കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുവാൻ വിടുന്നത് എന്നെയാ. അന്ന് ക്ലാസ്സുകൾ എടുക്കുവാൻ വിടുമ്പോൾ അവിടെ വരുന്ന യുവാക്കൾ, യുവതികൾ, ചെറുപ്പക്കാർ, മാതാക്കൾ, പിതാക്കൾ ഇവരോട് ശക്തമായി ഞാൻ സ്വതം പറയുന്ന കാര്യം, മതമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞു. വിദ്യാഭ്യാസം നേടി വിദ്യാഭ്യാസ യോഗ്യതയിൽ, വിദ്യാഭ്യാസത്തിന്റെ നിലയിലേക്ക് നിങ്ങൾ വളർന്നു വരുമ്പോൾ നല്ലൊരു ഭാരതം നമുക്ക് മുമ്പിൽ വിടർന്നു വരും. പുത്തൻ സൂര്യൻ ഉദിക്കുമ്പോൾ താമര വിരിയും പോലെ പുതിയൊരു പുലരി നമുക്ക് വേണ്ടി വിടരുമെന്ന് ഞാൻ അവരോട് പഠിപ്പിച്ചു. പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ജീവിതത്തിൽ വ്യത്യസ്ത തുറകളിൽ നിന്ന് കടന്നു വരുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു ചെറുപ്പക്കാരനാണ്. തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അവിസ്മരണീയമായ അനുഭവങ്ങൾ അരോമാറ്റിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നു. കേൾവിക്കാരുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ജീവിതാനുഭവങ്ങൾ പ്രിയ മകൻ തൻ്റെ ജീവിതത്തിലൂടെ പങ്കുവയ്ക്കുമ്പോൾ അത് കേൾവിക്കാരുടെ ജീവിതത്തിൽ ഒരു വിചിന്തനത്തിന്, നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രാവശ്യം കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവസരങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയായി തീരേണ്ടതിന് വേണ്ടി നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ സഹോദരൻ അച്യുതാനന്ദനാണ്. പ്രിയ അച്യുതാനന്ദനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് ബ്രദറെ. അച്യുതാനന്ദനെ അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? അച്യുതാനന്ദൻ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഒരു വാക്കിൽ ഒന്ന് പരിചയപ്പെടുത്തിക്കാട്ടെ. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് കുമ്പനാടാണെങ്കിലും ഞാനിപ്പോൾ ലൈവിൽ വരുന്നത് കോട്ടയത്തു നിന്നാണ്. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ഒരു വേദ വിദ്യാർത്ഥിയാണ്. മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിലെ ഒരു വിദ്യാർത്ഥിയാണ്, 4ാം വർഷം. ഓക്കെ. കൂടുതൽ കാര്യങ്ങൾ അച്യുതാനന്ദനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അച്യുതാനന്ദൻ തന്നെ കുറിച്ചുള്ളതായ എല്ലാ കാര്യങ്ങളും നമ്മോട് പറയും. നമുക്ക് അവർക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ അച്യുതാനന്ദനെ തുടർന്ന് അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളും. തുടർമാനമായി സംസാരിക്കാം. ബാല്യകാലം മുതലിഞ്ഞോട്ടുള്ള നല്ല ഓർമ്മകൾ പറയാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതുപോലൊരു അവസരം ദൈവമായി ഒരുക്കി നൽകിയതിനായി ദൈവത്തിന് സ്തോത്രവും നന്ദിയും അർപ്പിക്കുകയാണ്. പ്രത്യേകാൽ അരോമ TV അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഡാനിയൽ ജോൺ പാസ്റ്റർ അവറുകൾ ഏവർക്കും ആദ്യമായി തന്നെ എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. സ്തോത്രം. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവ് ചെയ്യുമെന്ന്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എങ്കിലും ഒരവസരം ദൈവം നൽകിയതിൽ ദൈവത്തിന് സ്തോത്രം. പ്രത്യേക എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ആദ്യമായി ഒരു ക്ഷമാപണത്തോടു കൂടി തന്നെ തുടങ്ങട്ടെ. എൻ്റെ പല്ല് മുഴുവൻ കമ്പിയായി ഇട്ടിരിക്കുകയാണ്. കഴിഞ്ഞ നാളിൽ സുവിശേഷ പ്രവർത്തനത്തിന് പോയി എന്നെ മർദ്ദിക്കുവാനിടയായി. ആ മർദ്ദനത്തിന് ഇടയായ സാഹചര്യത്തിൽ എൻ്റെ പല്ലും മോണയെല്ലാം ഒരുപാട് ക്ഷതമേൽക്കുകയും പിന്നീട് വായിൽ കമ്പി ഇടുവാനൊക്കെ ഇടയായി. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങൾ അതെല്ലാം പരിഹരിച്ച് ക്ഷമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു, അതൊക്കെയും ദൈവം തന്നെ കാരണദൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു,
നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട വചനം ആദ്യമായി തന്നെ വായിച്ചുകൊണ്ട് തന്നെ എൻ്റെ സാക്ഷ്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് അച്യുതാനന്ദൻ എന്നാണ്. ഞാൻ സ്തോത്രം ചെയ്യുന്നു, എറണാകുളം എന്ന് പറയുന്ന പട്ടണത്തിലാണ് ജീവിച്ചത്. ജനിച്ചത് എവിടെയാണെന്ന് അറിയില്ലെങ്കിലും ജീവിച്ചത് എറണാകുളം എന്ന് പറയുന്ന പട്ടണത്തിലാണ്. ചെറിയ 6 മാസം പ്രായമുള്ളപ്പോൾ ഒരു അനാഥ മന്ദിരത്തിലാണ് എൻ്റെ ബാല്യം തുടങ്ങുന്നത്. സ്തോത്രം. ആ ബാല്യം തുടങ്ങുന്ന ആ നിമിഷം മുതൽ ഈ സ്തോത്രം ചെയ്യുന്നു വളരെയധികം പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും എന്നെ അവർക്ക് ഒരു തെരുവിൽ നിന്നും, ഒരു റെയിൽവേ സ്റ്റേഷൻ തെരുവിൽ നിന്നുമാണ് ആ അനാഥ മന്ദിരത്തിലുള്ളവർക്ക് കിട്ടിയത്. അവിടുന്ന് ആ അനാഥ മന്ദിരത്തിൽ ഉള്ളവർക്ക് എന്നെ ലഭിച്ച ശേഷം അവരെന്നെ നോക്കുകയും എന്നെ പരിചരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഞാൻ ആ സ്ഥാപനത്തിൽ ബദേൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഗ്രീറ്റ് എന്ന് പറയുന്ന ഒരു മദാമയുടെ സ്ഥാപനമായിരുന്നു. അവിടെ 7ാം ക്ലാസ് വരെ ഞാൻ അവിടെ പഠിക്കുവാനിടയായി. അവിടുത്തെ ഒരു പ്രത്യേകത, 7ാം ക്ലാസ് വരെയുള്ളൂ ആൺകുട്ടികൾക്ക് പഠിക്കുവാനുള്ള അനുവാദം. എന്നാൽ അതിനുശേഷം അവിടെ ഉള്ള പിള്ളേരെ അവരുടെ മാതാപിതാക്കളിൽ മാതാവോ പിതാവോ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകും. സാഹചര്യവശാൽ എൻ്റെ പിതാവോ മാതാവോ എന്നെ അവിടെ കൂട്ടുവാനോ കൊണ്ടുപോകുവാനോ ഒന്നും വന്നില്ല. കാരണം അവർക്ക് എന്നെ ലഭിച്ചത് തെരുവിൽ നിന്നാണ്. സ്തോത്രം. എന്നാൽ എൻ്റെ ആ ചെറിയ ബാല്യത്തിൽ ഞങ്ങൾക്ക് ബേബീസ് റൂം എന്ന് പറയുന്ന ഒരു റൂമുണ്ട്. ആ ബേബീസ് റൂമിൽ ഞങ്ങൾ 22 കൈക്കുഞ്ഞുങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പല വ്യത്യസ്തമായ മാസങ്ങളിൽ ജനിച്ചവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, ആശുപത്രിയിൽ കിടന്ന്, റെയിൽവേ സ്റ്റേഷനിൽ, അങ്ങനെ പലയിടങ്ങളിലായി ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് ജന്മങ്ങൾ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഞങ്ങൾ അന്ന് അവിടെ ജീവിച്ചു. എന്നാൽ എൻ്റെ അടുക്കൽ കിടക്കുന്ന പല കുഞ്ഞുങ്ങളും ആ സമയത്ത് മരിച്ചു എന്ന് എൻ്റെ പ്രായമായപ്പോൾ അവരെല്ലാം ഓരോരുത്തരും പറയുന്നത് ഞാൻ ഓർക്കുകയാണ്. കാരണം അന്നെല്ലാം ഈ ജന്മങ്ങളെയെല്ലാം അവർ വളർത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി, അവരെ എല്ലാവരെയും പരിചരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി, വലിയ സാക്ഷ്യമാക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി, അതൊരു ബെന്തക്കോസ്ത് സ്ഥാപനമായതിനാൽ ഞങ്ങളെ അതേപോലെയാണ് അവർ ചിട്ടയിലും എല്ലാം വളർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ 7ാം ക്ലാസ് പഠനം വരെയും ഞങ്ങൾക്ക് അവിടെ നിൽക്കുവാൻ അനുവാദമുള്ളൂ. എന്നാൽ 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നെ മാത്രം ആരും കൊണ്ടുപോകുവാൻ വരാത്ത സാഹചര്യത്തിൽ ഞാൻ അവിടെ സ്തോത്രം ചെയ്യുന്നു വീണ്ടും അനാഥമായി പോവുകയായിരുന്നു. എന്നാൽ അവിടുത്തെ മേൽ ഉദ്യോഗസ്ഥനായിരിക്കുന്ന അതിന്റെ ഡയറക്ടർ ബോർഡിലായിരിക്കുന്ന ഒരു സാറ് എന്നെ വേറൊരു ഓർഫനേജിൽ അല്ലെങ്കിൽ ഒരു അനാഥ മന്ദിരത്തിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്തു. അതൊരു കാത്തലിക് വിശ്വാസമുള്ള ഒരു മഠത്തിലേക്കാണ് എന്നെ അവരങ്ങോട്ട് മാറ്റിയത്. സ്തോത്രം. എന്നാൽ ഈ ആദ്യം നിന്ന് ഓർഫനേജിന്റെ അവസ്ഥയോ ഓർഫനേജിന്റെ സാഹചര്യമല്ല രണ്ടാമതുണ്ടായിരുന്ന സാഹചര്യം. സ്തോത്രം ചെയ്യുന്നു. രാവിലെ എഴുന്നേൽക്കണം, കുരിശ് വരയ്ക്കണം, അങ്ങനെയുള്ള മറ്റ് അനവധി കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ അവിടെ ആയിരുന്നത്. എന്നാൽ ഏറെ പ്രധാനമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് അവിടെ ആവശ്യത്തിന് ആഹാരം ലഭിക്കുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. തീർച്ചയായിട്ടും ദാരിദ്ര്യം കണ്ടുപിടിച്ചത് തന്നെ ആ അനാഥ മന്ദിരമാണെന്ന് തോന്നും. അതേപോലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഞാൻ ആ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം. എന്നാൽ ആ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ അവിടെ ജീവിക്കുന്ന സമയത്ത് സ്തോത്രം ചെയ്യുന്നു ഈ 4 ചുമരുകൾക്കുള്ളിൽ എൻ്റെ ജീവിതം അടയ്ക്കപ്പെട്ടു എന്ന് 7ാം ക്ലാസിന്റെ പ്രായത്തിൽ തീരുമാനിച്ച് ഞാൻ അവിടെ വിഷമിച്ചിരിക്കുമ്പോൾ എനിക്ക് അവിടെ നിന്നും തോമസ് എന്നു പേരുള്ള ഒരു സുഹൃത്തിനെ എനിക്ക് ലഭിച്ചു. എന്നാൽ ആ തോമസ് എന്ന് പറയുന്ന സുഹൃത്തുമായി ഞങ്ങൾ ഒരുമിച്ച് സഹകരിച്ചു, കളിച്ചും ചിരിച്ചും ജീവിച്ചു. എന്നാൽ ഞങ്ങളുടെ പട്ടിണിയെല്ലാം മാറുവാൻ, ഞങ്ങളുടെ വിശപ്പിനെ മാറ്റുവാൻ ഞങ്ങളുടെ സൗഹൃദം ഒരുപാട് വളർന്നു. എന്നാൽ ഒരു ദിവസം രാത്രി ഞങ്ങൾ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. നമുക്ക് ഈ 4 ചുമരുകൾക്ക് പുറത്ത് ഒരു ലോകമുണ്ട്, ആ ലോകത്തേക്ക് കടക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ അവിടെ നിന്ന് കടന്നു. സ്തോത്രം ചെയ്യുന്നു. ഒരു ദിവസം രാത്രിയിൽ 4 മതിൽ പൊക്കമുള്ള ആ മതിൽ ഞങ്ങൾ ചാടിക്കടന്ന് എറണാകുളം എന്ന് പറയുന്ന വിശാലമായ ആ പട്ടണത്തില് ഞങ്ങൾ ജീവിക്കുവാൻ തുടങ്ങി. സ്തോത്രം ചെയ്യുന്നു. ആദ്യമൊക്കെ വിശാലമായും ലൈറ്റിന്റെയും ആ ജനത്തിന്റെയും
ഒരു ഭംഗിയും ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ 1-2 ദിവസം ഞങ്ങൾ അങ്ങനെ നടന്നു. എന്നാൽ ഞങ്ങളെ വേട്ടയാടുന്നത് വിശപ്പായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. വിശപ്പ് സഹിക്കുവാൻ വയ്യാതെ വണ്ണം ഞങ്ങൾ വെള്ളം കുടിച്ചു. ആഹാരം ചോദിക്കുവാൻ തരുന്നവർ ഞങ്ങളെ തല്ലി. സ്തോത്രം ചെയ്യുന്നു. പലവിധമായ ക്ലേശങ്ങൾ സഹിച്ചു. സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഈ വിശപ്പ് അടക്കുവാൻ വേണ്ടി ഞങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു വിസർജനം ഞങ്ങൾ ഭക്ഷിക്കേണ്ട സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായി. സ്തോത്രം ചെയ്യുന്നു. അതുമാത്രമായി അത്രമാത്രമായി വിശപ്പ് ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു ഭരിച്ചിരുന്നു. ആ വിശപ്പിനെ ഞങ്ങൾ മറക്കുവാൻ ശ്രമിച്ചെങ്കിലും ആ വിശപ്പ് ഞങ്ങളെ തന്നെ വേട്ടയാടി. അങ്ങനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ വിസർജനം വരെ ഭക്ഷിക്കുകയും അതേപോലെ ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും വേസ്റ്റ് ഭക്ഷിക്കുകയും എലിയെ തല്ലിക്കൊന്ന് ഞങ്ങൾ ചുട്ടു തിന്നുകയും അങ്ങനെയുള്ള രീതിയിലെല്ലാം വിശപ്പിനെ മാറ്റുവാൻ ഞങ്ങൾ ശ്രമിച്ചു. എന്നാൽ സ്തോത്രം ചെയ്യുന്നു ജീവിതത്തിന്റെ നാനാ കോണുകളിലേക്ക് സ്തോത്രം ചെയ്യുന്നു തിരക്കേറിയ പട്ടണത്തിലേക്ക് ഓടുന്ന ജനതയുടെ മുമ്പിൽ ഞങ്ങൾ കൈ നീട്ടുന്ന അവസ്ഥയിലേക്ക് വന്നു. സ്തോത്രം ചെയ്യുന്നു. പലരുടെയും മുമ്പിൽ കൈ നീട്ടുമ്പോൾ ആരും ഒന്നും തരാത്ത സാഹചര്യം, പലരുടെ മുമ്പിൽ ഞങ്ങൾ കരഞ്ഞു കാണിക്കുമ്പോൾ ഞങ്ങളുടെ താടിക്ക് തട്ടുന്ന സാഹചര്യം. സ്തോത്രം ചെയ്യുന്നു. പട്ടിണി സഹിക്കുവാൻ വയ്യാതെ ഹോട്ടലിൽ നിന്നും തള്ളിക്കളയുന്ന വേസ്റ്റ് ഞങ്ങൾ എടുത്ത് കഴിക്കുവാൻ തുടങ്ങി. സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്ന് അന്ന് ലഭിച്ച യേശു എന്ന വെളിച്ചത്തിൽ ഞങ്ങൾ ചോദിച്ചു. കർത്താവേ, ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന്. സ്തോത്രം ചെയ്യുന്നു. അന്നും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചില്ല. എനിക്ക് വേണ്ടി ദൈവം അവിടെ മിണ്ടിയില്ല. എനിക്ക് വേണ്ടി ദൈവം അവിടെ ഒന്നും സംസാരിക്കുകയോ ചെയ്യുകയോ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് ഈ ദൈവം എനിക്ക് വേണ്ട എന്ന് തീരുമാനമെടുത്തു. ഈ യേശു എന്ന് പറയുന്ന ദൈവമോ, യഹോവ എന്ന് പറയുന്ന ദൈവമോ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവമോ, ഇങ്ങനെ ഒരു ദൈവങ്ങളില്ല. ഇവര് മൂന്ന് പേരാണെന്നും പല രീതിയിലാണ് ഇവർ ജീവിക്കുന്നതെന്നുമല്ല ഞാൻ പല രീതിയിൽ ചിന്തിച്ചു കൂട്ടി. സ്തോത്രം ചെയ്യുന്നു. ആശ്രയം തേടി സ്തോത്രം ചെയ്യുന്നു ഹൈന്ദവന്റെ അടുത്ത് ചെന്നു. ആശ്രയം തേടി ഇസ്ലാമിന്റെ അടുത്ത് ചെന്നു. ഇവിടെയൊന്നും ആശ്രയം തരാത്തവണ്ണം അവരെന്നെ സ്തോത്രം ചെയ്യുന്നു തള്ളിക്കളഞ്ഞു. കാരണം പിച്ചക്കാരൻ എന്നുള്ള ലേബലിൽ അറിയപ്പെട്ടു. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ജീവിക്കുവാൻ വേണ്ടി പൊരുതി, ഞാനും എൻ്റെ ആ സഹോദരനും. സ്തോത്രം. ഞങ്ങൾ അങ്ങനെ അവിടെ ജീവിച്ച് എറണാകുളം പട്ടണത്തിൽ ജീവിക്കുമ്പോൾ സ്തോത്രം ഞങ്ങൾ കിടന്നുറങ്ങുന്നത് കിടത്തിണ്ണയിലാണ്. സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദിവസവും ഞങ്ങൾക്ക് കിടത്തിണ്ണയിൽ കിടക്കുവാൻ ഞങ്ങളായിട്ട് തന്നെ സംഘടിപ്പിച്ച ബേസ് ബോർഡിന്റെ വലിയൊരു ട്രോളുണ്ട്. ആ ബേസ് ബോർഡ് വിരിച്ച് ഞങ്ങൾ അവിടെയാണ് കിടക്കുന്നത്. സ്തോത്രം. ചില സമയങ്ങളിൽ ഞങ്ങൾ പട്ടിയുടെ ശല്യം കാരണം ഞങ്ങൾക്ക് അവിടെ കിടക്കുവാൻ പറ്റത്തില്ല. ചില സമയങ്ങളിൽ പോലീസുകാരുടെ നൈറ്റ് പെട്രോളിങ്ങിന്റെ സമയത്ത് ഞങ്ങൾക്ക് അവിടെ വന്ന് കിടക്കുവാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ആദ്യമായി ഒരു ഹോട്ടലിൽ പാത്രം കഴുകുന്ന ഒരു ജോലി ലഭിക്കുവാൻ ഇടയായി. പാത്രം കഴിവാൻ ലഭിച്ച ആ ജോലി അത് ചെയ്യുവാൻ ഞങ്ങൾ തയ്യാറായി. കാരണം ഞങ്ങൾക്ക് അന്ന് 50 രൂപ കിട്ടും. സ്തോത്രം ചെയ്യുന്നു. ആഹാരം കിട്ടത്തില്ല, ഞങ്ങൾക്ക് എല്ലാ ദിവസവും 50 രൂപ കിട്ടും. ഞങ്ങൾ ധൈര്യത്തോടെ സന്തോഷത്തോടെ ആ ജോലി നേടി. സ്തോത്രം ചെയ്യുന്നു. അവിടെ വരുന്ന ഗസ്റ്റുകൾ കഴിക്കുന്ന വേസ്റ്റ് ഞങ്ങൾ ഒരു പാത്രത്തിൽ കളക്ട് ചെയ്ത് വേസ്റ്റ് പറ്റാത്ത ചോറ് ഞങ്ങൾ മാറ്റിയെടുത്ത് ആ ചോറ് ഭക്ഷിച്ച് ഞങ്ങൾ അവിടെ ജോലി ചെയ്തു പോന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇനി ഈ ജോലി കൊണ്ട് വേണ്ട, ഈ ജോലി ശരിയല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വേറെ ജോലി അന്വേഷിച്ചു. അങ്ങനെ എറണാകുളം പട്ടണത്തിൽ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ഒരാളെ കണ്ടുമുട്ടി. സ്തോത്രം ചെയ്യുന്നു. ട്രാൻസ്ജെൻഡറിൽപ്പെട്ട ഒരു വ്യക്തിയെ കണ്ടുമുട്ടി. അങ്ങനെ ആ ട്രാൻസ്ജെൻഡർ മുഖേന ഞങ്ങൾക്ക് പുതിയൊരു ജോലി തലത്തിലേക്ക് മാറ്റി. അതിന്റെ ജോലി തലം എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും അധികമായി ഇന്ന് എറണാകുളം പട്ടണത്തിൽ സുലഭമായി സ്തോത്രം ചെയ്യുന്നു ശരീരം വിൽക്കുന്ന ഇടം. ആ സ്ഥലത്തെ സെക്യൂരിറ്റി പണിയായിട്ടും അതിന്റെ ഏജന്റുകളുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാറി. സ്തോത്രം ചെയ്യുന്നു. ഇന്ന സ്ത്രീയുടെ ഫോട്ടോ ഞങ്ങൾ കാണിക്കും, ഇന്ന സ്ത്രീക്ക് വേണ്ടി ഇന്ന തുക ഞങ്ങൾ പിരിക്കും, അത് ഞങ്ങൾ കളക്ട് ചെയ്ത് ഇതിന്റെ ഏജൻസിയെ കൊണ്ട് കൊടുക്കും. ഇതായിരുന്നു ഞങ്ങളുടെ ജോലി. അങ്ങനെ ആ ജോലിയിൽ ഒരുപാടധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടായി. അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത ജോലിയിലേക്ക് ഞങ്ങൾ ശ്രമിച്ചു. അങ്ങനെ സ്തോത്രം ചെയ്യുന്നു മട്ടാഞ്ചേരി, സ്തോത്രം ചെയ്യുന്നു അങ്ങനെ ഫോർട്ട് കൊച്ചി ആ ഏരിയയിലെല്ലാം ഞങ്ങൾ ജോലി അന്വേഷിച്ചു. അവസാനം തുറമുഖത്ത് ചുമട്ട് തൊഴിലാളി ആയിരുന്ന ഒരു സഹോദരൻ ഞങ്ങളോട് ഒരു ജോലി ചെയ്യാമോ എന്ന് ചോദിച്ചു. അതിന് രാത്രി മാത്രമേ ചെയ്യത്തുള്ളൂ. ഞങ്ങൾ അങ്ങനെ ആദ്യമായി ജോലിക്ക് വേണ്ടി അവരെ ഞങ്ങളെ ഉപയോഗിച്ചു. സ്തോത്രം ചെയ്യുന്നു. മയക്കുമരുന്ന്, MDMA മയക്കുമരുന്ന് പോലെയുള്ള ഉപയോഗങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഉപയോഗിക്കുന്നവരുടെ കയ്യിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഞങ്ങളെ അതിനു വേണ്ടി ഉപയോഗിച്ചു. സ്തോത്രം ചെയ്യുന്നു.
അങ്ങനെ ആ ജീവിതത്തിന്റെ നാനാം തുറകളിലൂടെ ഈ 7ാം ക്ലാസ് കഴിഞ്ഞ ഈ വ്യക്തികളായ ഞങ്ങൾ രണ്ടുപേരും വളർന്നു. സ്തോത്രം ചെയ്യുന്നു. എങ്കിലും ഞങ്ങൾ കിടക്കുന്നത് തെരുവിലാണ്. ഞങ്ങൾക്ക് കിടക്കുവാനുള്ള സ്ഥലം തെരുവാണ്. ഞങ്ങൾ അവിടെ തന്നെ കിടന്നു. ഒരു ദിവസം ഞങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് കിടക്കുന്ന ഒരു ഭിക്ഷാടകൻ, സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ കിടന്ന് ഏകദേശം ഒരു പകുതി ഉറക്കം കഴിഞ്ഞ സമയത്താണ് ആ ഭിക്ഷാടകൻ ഞങ്ങളുടെ അടുത്ത് വന്ന് കിടന്നത്. എന്നാൽ എന്റെ അടുത്ത് കിടന്ന എന്റെ സുഹൃത്തിനെ ആ ഭിക്ഷാടകൻ ലൈംഗികമായി, സ്തോത്രം ചെയ്യുന്നു, മർദ്ദിക്കുന്നതായി ഞങ്ങൾ കാണുകയും അവിടെ അടുത്ത് കിടന്ന കരിങ്കല്ലിന്റെ വലിയ കല്ലുകൊണ്ട് അദ്ദേഹത്തിന്റെ തലയെ തല്ലി പൊളിക്കുകയും ചെയ്തു. അങ്ങനെ ആ ജീവിതത്തിന്റെ ഭാഗങ്ങളെല്ലാം തീർന്നു എന്ന് ഒരു നിമിഷം, നിശ്ചലമായി തീർന്നു എന്ന നിമിഷം. കാരണം ഞാനൊരു കൊലപാതകമാണ് ചെയ്യുന്നത്. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ പ്രായപൂർത്തിയാകാത്ത ഞങ്ങളെ രണ്ടുപേരെയും കാക്കനാട് ജുവനൽ ഹോമിൽ അടച്ചു. അങ്ങനെ ഞങ്ങൾ ജുവനൽ ഹോമിൽ, സ്തോത്രം ചെയ്യുന്നു. ജുവനൽ ഹോം എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലത്തെ സാഹചര്യമല്ലേ അന്നത്തെ സാഹചര്യം. രാവിലെ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേക്കണം. സ്തോത്രം. ഒരു ഹോള് പോലെയുള്ള റൂം, അതിൽ എല്ലാവർക്കും കുളിക്കുവാൻ വേണ്ടി ഷവർ പോലെ ഒരു കുഴല്. ആ കുഴലിലൂടെ ഞങ്ങൾ, സ്തോത്രം ചെയ്യുന്നു, ഞങ്ങളുടെ നിക്കറും ഞങ്ങളുടെ ഷർട്ടും ഞങ്ങൾ ഊരി മാറ്റി ഞങ്ങൾ അതിന്റെ ചോട്ടിൽ നിൽക്കണം. ഞങ്ങളുടെ ശരീരത്തിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കും. എന്നിട്ട് ബെൽറ്റ് കൊണ്ട് 5 വീതം അടിയാണ് എല്ലാ ദിവസവും തരുന്നത്. ഈ 5 വീതം അടി തന്നു കഴിയുമ്പോൾ വീപ്പയ്ക്കകത്ത് മുളകും ഉപ്പും കലക്കിയ വെള്ളം ഞങ്ങളുടെ ശരീരത്തോട്ട് ഒഴിക്കും. കാരണം ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവരങ്ങനെ ചെയ്തു. കാരണം ഞങ്ങൾ ചെയ്ത ശിക്ഷയ്ക്ക് ബോധം തരുവാനാണ് എന്നാണ് അവർ പറയുന്നത്. ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. അവർ ശക്തമായി മർദ്ദിച്ചു. അവർ ശക്തമായി ഞങ്ങളെ ഉപദ്രവിച്ചു. അവിടെ ഇരിക്കുന്ന ഓരോ, സ്തോത്രം ചെയ്യുന്നു, പോലീസ് ഉദ്യോഗസ്ഥരും ഞങ്ങളെ ലൈംഗികമായി ഉപയോഗിച്ചു. ഞങ്ങളുടെ മലധാരത്തിലൂടെ അവർ ലൈംഗികമായി ഞങ്ങളെ ഉപയോഗിച്ചു. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വായിലൂടെ അവർ ലൈംഗികമായി ഞങ്ങളെ ഉപയോഗിച്ചു. പല രീതിയിൽ അവർ ലൈംഗികമായി അവരുടെ സുഖങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങളെ ഉപയോഗപ്രദമാക്കി അവര് ഞങ്ങളെ കൊണ്ടുപോയി. എന്നാൽ 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ശിക്ഷാവധി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. എന്നാൽ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്റെ ശരീരമാസകനം ചൊറി എന്ന് പറയും, അല്ലെങ്കിൽ കരപ്പൻ എന്ന് പറയും. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞങ്ങൾ വന്നു. ഈ കരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത്, സ്തോത്രം, ഓരോ ഷെല്ലുകളാണ്. ഈ ഷെല്ലുകളിൻ്റെ അകത്ത്, സ്തോത്രം ചെയ്യുന്ന എല്ലാ ഷെല്ലിലും വെള്ള പുഴുവാ. ഈ പുഴു കിടന്ന് ഇതിൻ്റെ അകത്തിരുന്ന് ഞുളയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വേദനയാണ്. കാരണം ഇവിടെ നിന്ന് ലഭിച്ച അടിയിൽ നിന്ന് ഉണ്ടായ പ്രത്യാഘാതമാണ് ഈ ചൊറി എന്ന് പറയുക, അല്ലെങ്കിൽ കരപ്പൻ എന്ന് പറയുന്ന ഈ അവസ്ഥ. ഇങ്ങനെ ഇരിക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത്, സ്തോത്രം ചെയ്യുന്നു, എന്റെ സുഹൃത്ത് ഇപ്പം വരാമെന്ന് പറഞ്ഞ് എന്നെ വിട്ട് അവൻ കുറച്ച് അകലിലേക്ക് മാറി. പിന്നെ ഞാൻ അവന് വേണ്ടി രാത്രി വരെ അവിടെ അവന് വേണ്ടി കാത്തിരുന്നു. പക്ഷെ അവൻ മടങ്ങി വന്നില്ല. അവനെ വേണ്ടി അവൻ പോയ വഴിയെ ഞാൻ പോയി, അവനെ കണ്ടില്ല. അവസാനം ഞാൻ ഏകദേശം രാത്രി 10 മണി ആയ സമയത്ത് അവിടെ കിടന്ന് ഒരു പാണ്ടി ലോറിയിൽ കയറി, സ്തോത്രം ചെയ്യുന്നു, അവര് കാണാതെ, ആ ഡ്രൈവറും അതിന്റെ കിളിയും കാണാതെ ആ പാണ്ടി ലോറിയുടെ മകളിൽ കയറി ഞാൻ കിടന്നു. സ്തോത്രം ചെയ്യുന്നു. ആ വണ്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ചലിക്കുവാൻ തുടങ്ങി. ഞാൻ ഏകദേശം അവിടെ ആ വാഹനത്തിന്റെ മകളിൽ കിടന്ന് ഉറങ്ങി. എന്നാൽ ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞപ്പം വണ്ടി എവിടെയോ നിർത്തി. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അവിടെ നിന്ന് നോക്കിയപ്പം ചുറ്റും വെട്ടവും പ്രകാശവും അടങ്ങിയിരിക്കുന്ന ഒരു പട്ടണം. ഞാൻ എന്നാൽ ഈ പട്ടണമായിരിക്കാം, ഇവിടെ ആയിരിക്കാം ഇനി എനിക്ക് ജീവിക്കേണ്ടത്, ഇവിടെ ആയിരിക്കാം ഇനി പുതിയ, സ്തോത്രം ചെയ്യുന്ന ബിസിനസ് കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ കരുതി ഞാൻ ആ വണ്ടിയിൽ നിന്നും ഇറങ്ങി. സ്തോത്രം ചെയ്യുന്നു. അവിടെ നിന്ന് കുറച്ച് നടന്നു. സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് ബസ്സുകളൊക്കെ കിടക്കുന്ന ഒരു സ്റ്റാൻഡിലേക്ക് ഞാൻ ചെന്നു. ആ ബസ്സിൽ കിടക്കുന്ന സ്റ്റാൻഡിലേക്ക് ചെന്ന് കഴിഞ്ഞ സമയത്ത്, സ്തോത്രം ചെയ്യുന്നു, അവിടെ പലരും കിടക്കുന്നുണ്ട്. ഭിക്ഷാടകർ കിടക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. പല രീതിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. തട്ടുകടയുണ്ട്. അങ്ങനെ പോസ്റ്റ് ഫുഡിക്കാൻ വരുന്ന ഒരുപാട് ചേട്ടന്മാർ അവിടെയുണ്ട്. അങ്ങനെ അവരെല്ലാം നോക്കിയിട്ട് ഞാൻ അവിടെ കിടന്ന, സ്തോത്രം ചെയ്യും, ചെറിയൊരു ബേസ് ബോർഡ് എടുത്ത് ഞാൻ വീഴ്ച അവിടെ കിടക്കുമ്പോൾ, സ്തോത്രം ചെയ്യും, ഏകദേശം സ്തോത്രം ചെയ്യുന്നു 2:30-3 മണിയൊക്കെ ആയി കാണും. ആ സമയത്ത് ഒരു ചെറിയ ചാറ്റമഴ
ചാറ്റമഴയുണ്ട്. ഞാൻ ആ ചാറ്റമഴയത്ത് സ്തോത്രം ചെയ്യുന്നു കിടക്കുന്ന സമയത്ത് എൻ്റെ അടുക്കൽ ഒരു സ്തോത്രം ചെയ്യുന്നു ഒരാൾ വന്നിട്ട് ഇങ്ങനെ മണക്കുകയാണ് ആ സ്തോത്രം, ഒരു നായ സ്തോത്രം ചെയ്തു. ഞാൻ അനങ്ങിയാൽ ഈ നായ എന്നെ കടിക്കുമെന്ന് എനിക്ക് എൻ്റെ ഉള്ളു പറഞ്ഞു. ഞാൻ അനങ്ങാതെ അവിടെ കിടന്നു. എന്നാൽ എൻ്റെ ശരീരത്തെ സ്തോത്രം ചെയ്യുന്നു ഈ ഈ കരപ്പനായിരിക്കുന്ന ഈ ചൊറിയായിരിക്കുന്ന ഈ അവസ്ഥയെ ആ നായ സ്തോത്രം ചെയ്യുന്നു നക്കുകയായിരുന്നു. സ്തോത്രം ചെയ്യുന്നു നക്കി സ്തോത്രം ചെയ്യുന്നു. ആ ആ ആ മുറിവുള്ള ഭാഗത്തെ കടിച്ചെടുത്തു. സ്തോത്രം, അത്രയും മാംസം എടുത്തു. എന്നാൽ എനിക്കതിന് വേദനയല്ല, ഭയങ്കര സുഖമായിട്ടാണ് തോന്നിയത്. കാരണം ഇതിനു മുമ്പ് ഈ കരുപ്പൻ എന്ന ഈ അവസ്ഥയെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു അവസ്ഥ അനുഭവിക്കുന്ന ഈ സമയത്ത് ചൊറിച്ചിലുണ്ട്. ഈ ചൊറിച്ചിൽ അനുഭവിക്കുന്ന സമയത്ത് ചീപ്പ് വെച്ച് അല്ലെങ്കിൽ ചൂല്, ഈർക്കിലിച്ചൂലിന്റെ തല വെച്ചാണ് ഞങ്ങൾ ചൊറിയുന്നത്. കാരണം അത്ര അധികമായ ചൊറിച്ചിലുള്ള ഒരു രോഗമാണ് ഈ കരപ്പൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ ചൊറിയുടെ ഈ അവസ്ഥയിൽ ഈ നായ എന്നെ വന്ന് നക്കുകയും എന്നെ വന്ന് സ്തോത്രം ചെയ്യുന്നു. അതിന്റെ നാക്കുകൊണ്ട് ഭയങ്കരമായി ഒരു ആശ്വാസം ലഭിച്ചു. എന്നാൽ ഈ നായ നക്കുന്നത് അവിടെ പോസ്റ്റർ ഒട്ടിക്കാൻ വന്ന ഒരു ചേട്ടൻ കണ്ടിട്ട് എൻ്റെ അടുക്കിലേക്ക് ഓടി വന്നിട്ട് ആ നായ ഓടിച്ചു വിട്ടിട്ട് ആ ചേട്ടൻ എൻ്റെ അടുക്ക വന്ന് ചോദിച്ചു, എന്നോട് തമിഴിൽ ചോദിച്ചു നീ ആരാണെന്ന്. അപ്പൊ ഞാനൊന്നും മിണ്ടിയില്ല. എന്നോട് ഹിന്ദിയിൽ ചോദിച്ചു നീ ആരാണെന്ന്. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ അവസാനം ചോദിച്ചു, ചേട്ടാ എന്നാ പറ്റിയെന്ന് ഞാൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ നീ മലയാളിയാണോ എന്ന് ചോദിച്ചു. അതെ, ഞാൻ മലയാളിയാണ് എന്ന് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു. സ്തോത്രം. ആ സമയത്ത് ആ ചേട്ടൻ പറഞ്ഞു എവിടുന്നാ എങ്ങനെയാ എന്നൊക്കെ ചോദിച്ചു. ഞാൻ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ആ ചേട്ടന്റെ സ്വന്തം നല്ല മനസ്സുകൊണ്ട് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയി എനിക്ക് ആഹാരം വാങ്ങിച്ചു തന്നു. സ്തോത്രം ചെയ്യുന്നു. നിനക്ക് നല്ല ക്ഷീണമുണ്ട്, നീ എന്നാല് എവിടെയെങ്കിലും കിടന്നുറങ്ങാം, ബാ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടെ കുറെ അധികം പോസ്റ്ററുകളെല്ലാം അവിടെ ഇവിടെയെല്ലാം ഒട്ടിച്ചു. സ്തോത്രം ചെയ്യുന്നു. അന്നെല്ലാം അഭ്യാസം കുറവായതിനാൽ ഇവർ ഒട്ടിക്കുന്ന പോസ്റ്ററിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പോലും വായിക്കുവാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. കാരണം 7ാം ക്ലാസ് വരെ പഠിച്ചെങ്കിലും പഠിത്തത്തിൽ അത്ര മിടുക്കനല്ലായിരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു ആ ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടുമുട്ടി. അദ്ദേഹം എന്നെ ഉറങ്ങുവാൻ വേണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. സ്തോത്രം ചെയ്യുന്നു. 2 ബെഞ്ചുകൾ അടുപ്പിച്ച് തന്നു. സ്തോത്രം ചെയ്യുന്നു. അതിലേക്ക് കയറി കടന്നോ, നാളെ ഞാൻ രാവിലെ വരാം, എൻ്റെ വീട് ഇവിടെ അടുത്താണ് എന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. സ്തോത്രം, ഞാൻ അവിടെ കടന്ന് സുഖമായി ഉറങ്ങി. ഏകദേശം പ്രഭാതമായപ്പോൾ കണ്ണുകൾ തിരുമ്മി തുറന്നു കഴിഞ്ഞപ്പോൾ സ്തോത്രം ചെയ്യുന്നു ആശ്ചര്യം എന്ന് പറയട്ടെ, സ്തോത്രം ചുറ്റോട് ചുറ്റും സ്തോത്രം നിരവധി അധികമായ ഫോട്ടോകൾ, നിരവധി അധികമായ സ്തോത്രം ചെയ്യുന്നു ധീരന്മാരുടെ ഫോട്ടോകളാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം സ്തോത്രം ചെയ്യുന്നു ചുവപ്പണിഞ്ഞുകൊണ്ട് രക്തഘാരത്താൽ അവർ ഓരോ വ്യക്തികളായി ഈ മുറിയുടെ ചുറ്റും സ്തോത്രം ചെയ്യുന്ന നിരവധി അധികം ഫോട്ടോ ചിത്രങ്ങൾ കാണുവാൻ ഇടയായി. സ്തോത്രം ചെയ്യുന്നു. ഈ ചിത്രങ്ങളെല്ലാം നോക്കി ആശ്ചര്യപ്പെട്ടു. ഈ ചിത്രങ്ങളൊക്കെ നോക്കി ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നെ കൊണ്ടുവന്ന് കിടത്തിയ ആ ചേട്ടൻ എന്നോട് അടുക്കൽ വന്നിട്ട് എനിക്ക് സ്തോത്രം ചെയ്യുന്നു ഒരു മുണ്ട് തന്നു. ഈ മുണ്ട് എടുത്തു സ്തോത്രം എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഈ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ റൂം എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയ ശേഷം എന്നോട് പറഞ്ഞു, നീ പോയി ഇവിടെ ഉള്ളവർക്കെല്ലാം ചായ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ താഴെ പോയി എല്ലാവർക്കും ചായ മേടിച്ചു. അങ്ങനെ സ്തോത്രം ചെയ്യുന്നു കോട്ടയം പട്ടണത്തില് സ്തോത്രം ചെയ്യുന്നു അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഞാൻ സ്തോത്രം എൻ്റെ ചരിത്രം വഴിമാറുന്ന രീതിയിലേക്ക്, മാറ്റപ്പെടുന്ന രീതിയിലേക്ക് സ്തോത്രം ദൈവം അവിടെ വേറൊരു വശത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ സ്തോത്രം ചെയ്യുന്നു വന്ന സാഹചര്യമല്ല പിന്നീട് ഉണ്ടാകുന്ന സാഹചര്യം. എൻ്റെ ആദ്യ ഓർഫനേജിൽ അല്ലെങ്കിൽ അനാഥ മന്ദിരത്തിലെ എൻ്റെ നാമം എന്ന് പറയുന്നത് ടോം എന്നായിരുന്നു. അവര് നൽകിയ പേര് ടോം എന്ന് ആയിരുന്നെങ്കിലും അവിടെയും സ്തോത്രം ചെയ്യുന്നു ഈ ടോം എന്നുള്ള പേര് എനിക്ക് വിളിക്കുവാൻ മടിയായതിന് ഞാൻ ഒന്നും പറഞ്ഞില്ല. എൻ്റെ പേര് ചോദിച്ചാൽ എനിക്ക് പേരില്ല എന്നേ പറയത്തുള്ളൂ. കാരണം അനാഥ മന്ദിരത്തിലാണ് ജീവിച്ചത്, അനാഥ മന്ദിരത്തിന്റെ തണലിലാണ് ജീവിച്ചത് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായതിനാൽ അവര് പിന്നീട് എന്നോടൊന്നും ചോദിച്ചില്ല. എന്നാൽ എന്നോട് ചോദിച്ചു, നിനക്ക് വായിക്കാൻ അറിയാമോ, എഴുതാൻ അറിയാമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അത്ര വലുതായിട്ട് എഴുതാൻ അറിയത്തില്ല, വായിക്കുവാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ ആ ഓഫീസിന്റെ അധിപനായിരിക്കുന്ന വ്യക്തി എൻ്റെ അടുക്കലേക്ക് നിരവധി പുസ്തകങ്ങൾ കൊണ്ടു തന്നു. ഈ നിരവധി പുസ്തകങ്ങൾ കൊണ്ടു തന്നപ്പോൾ സ്തോത്രം ചെയ്യുന്നു 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ്സിലോട്ട് കയറുന്ന ആ പ്രായമാ.
സ്തോത്രം നൽകിയ പുസ്തകങ്ങൾ 5 പുസ്തകങ്ങളാണ്. സ്തോത്രം ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നാണ് ഒരു പുസ്തകത്തിന്റെ പേര്. രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത് വിപ്ലവത്തിലൂടെ ഒരു ഉണർവ്. സ്തോത്രം. മൂന്നാമത്തെ പുസ്തകം എന്ന് പറയുന്നത് അടിമത്തത്തിൽ നിന്നും സ്തോത്രം ചെയ്യുന്നു ശിഷ്യനായി വരുവാൻ വേണ്ടി. അങ്ങനെ നിരവധി പുസ്തകങ്ങളിൽ 5 പുസ്തകങ്ങൾ എൻ്റെ കയ്യിലേക്ക് കൈമാറി. ഞാൻ ആദ്യമായി പുസ്തകം വായിക്കുകയാണ്. വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. വീണ്ടും തുടർന്ന് വായിച്ചു, റിപ്പീറ്റ് ചെയ്ത് വായിച്ചു. അങ്ങനെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ മാനിഫെസ്റ്റോയ്ക്കകത്ത് പറയുന്ന ഒരു വസ്തുത, സ്തോത്രം ചെയ്യുന്നു, അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് വേണ്ടി രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണിത്. ഞാൻ ഇന്ന് തൊഴിലാളികളിൽ പെട്ട ഒരു വ്യക്തിയാണ്. ഈ തൊഴിലാളികൾക്ക് വേണ്ടി വേണം ഞാൻ ഇനി ജീവിക്കുവാൻ തീരുമാനം. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന്റെ കൺക്ലൂഷൻ ഭാഗത്ത് എനിക്ക് മനസ്സിലാകുവാൻ, തുല്യത എല്ലാത്തിലും വേണം. സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസം വേണ്ട. ജാതിയോ മതമോ കുലമോ നോക്കണ്ട. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഇതിനെ മനസ്സിലാക്കി ജീവിക്കണമെന്ന് ിലേക്ക് എൻ്റെ ചിന്താധാരകളെല്ലാം മാറി. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ സ്വാധീനിച്ചു കഴിഞ്ഞു. കാരണം 28 പ്രാവശ്യത്തോളം ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്ന് പറയുന്നത് വെറും മിത്താണെന്നും, ദൈവം എന്ന് പറയുന്നത് വെറും കൾട്ടാണെന്നും, ദൈവം എന്ന് പറയുന്നത് മനുഷ്യ സൃഷ്ടിയാണെന്നും ഞാൻ അടിവരയിട്ട് എഴുതി വെച്ചു. കാരണം സ്തോത്രം ചെയ്യുന്നു, ഈ മാനിഫെസ്റ്റോ എന്നെ വെളിച്ചം നൽകി, എന്റെ കണ്ണ് തുറന്നു. ഈ സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തുല്യ സമത്വം എന്ന് പറയുന്ന ഈ വസ്തുത എല്ലാ മനുഷ്യന്റെ ഇടയിലും പർപ്പസ്ഫുൾ ആയിട്ട് അത് ചെയ്യപ്പെടണമെന്ന് ഞാൻ തീരുമാനിച്ചു. 1856 തഷ്കറ്റിൽ രൂപീകരിച്ച ഈ പ്രസ്ഥാനം ഞാൻ അത് ചങ്ങോടും മാറോട് ചേർത്ത് സ്നേഹിച്ചു. അങ്ങനെ ഞാനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി. അങ്ങനെ ഞാൻ ആ കമ്മ്യൂണിസ്റ്റുകാരനായി ഇടതുപക്ഷ ചിന്താഗതിയിലേക്ക് ഞാനും വഴിതിരിഞ്ഞു. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ദൈവമില്ല എന്ന് തീരുമാനിക്കുവാൻ നിരവധി കാരണങ്ങൾ ഞാൻ ഒരു നിരവധി പ്രാവശ്യം വായിച്ചു. ഉപനിഷത്തുകൾ ഒരുപാട് പ്രാവശ്യം വായിച്ചു. ബൈബിൾ 15 പ്രാവശ്യം വായിച്ചു. ഇവിടെയൊന്നും ദൈവമില്ല. ഈ പ്രത്യേകം ഒരു സമൂഹത്തിനു വേണ്ടി സ്തോത്രം ചെയ്യുന്ന ഇറങ്ങി വരുന്ന ഒരു രക്ഷകനായി പലയിടങ്ങളിലായിട്ടും എനിക്ക് കാണുവാൻ കഴിഞ്ഞു. ഈ ഇസ്ലാമിന്റെ അകത്ത് മുസ്ലിം ഈ കച്ചവടക്കാരായിരിക്കുന്ന അറബിയിലെ സ്തോത്രം ചെയ്യുന്ന രക്ഷപ്പെടുത്തുവാൻ വരുന്ന മുഹമ്മദിനെ ഞാൻ കണ്ടു. സ്തോത്രം. ഉപനിഷത്തിന്റെ അകത്ത് സ്തോത്രം ചെയ്യുന്ന ബ്രാഹ്മണിസം എന്ന് പറയുന്ന ആ അതിന്റെ ആ അന്തസത്തയിൽ ജീവിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം ബ്രഹ്മാവ് വെളിപ്പെടുന്നു എന്ന് മനസ്സിലായി. എന്നാൽ മൂന്നാമത് യേശുക്രിസ്തു വന്നത് എന്തിന്? ഇസ്രായേൽ എന്ന് പറയുന്ന, യഹൂദൻ എന്ന് പറയുന്ന ആ ജനതയെ വിമോചിക്കുവാൻ. അങ്ങനെയാണെങ്കിൽ ഈ 3 മതവും അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണ് എന്ന് ഞാൻ അടിവരയിട്ടു. അങ്ങനെ ഞാൻ ദൈവമില്ല എന്നുള്ള വിശ്വാസം എൻ്റെ 7 കഴിഞ്ഞ് 8ാമത്തെ വയസ്സിൽ ഞാൻ പൂർണ്ണമായും തീരുമാനിച്ചു. അങ്ങനെ എനിക്ക് ആദ്യമായി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എനിക്ക് വിദ്യാഭ്യാസം നൽകി എന്നെ പഠിപ്പിക്കുവാൻ വിട്ടു. പഠിപ്പിക്കുവാൻ ചെന്നപ്പോൾ സ്തോത്രം ചെയ്യുന്നു, വളരെ പരിഹസിക്കുന്ന, വളരെയധികം ക്രൂരമായ പരിഹാസം ഒരു അധ്യാപകൻ, അല്ലെങ്കിൽ മുതിർന്ന അധ്യാപകനായിരുന്നു ആ അധ്യാപകരുടെ റൂമിൽ ഇരുന്നത്. അദ്ദേഹം വെറ്റില മുറുക്കുന്ന ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം വെറ്റില മുറുക്കി അദ്ദേഹത്തിന്റെ അദ്ദേഹം തുപ്പിയിട്ട് എന്നെ അടിമുടി നോക്കി. സ്തോത്രം. എന്നെ അടിമുടി നോക്കിയിട്ട് അദ്ദേഹം പ്രത്യേക ഒരു മുതിർന്ന അധ്യാപകൻ മാത്രമല്ല, ഒരു മുതിർന്ന ജ്യോത്സ്യനും കൂടിയായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു കബഡി പലക ഉണ്ടായിരുന്നു. ഞാൻ അത് ഇപ്പോഴും ഓർക്കുകയാണ്. അദ്ദേഹം എന്നെ കണ്ടു, നിന്നെ ഇവിടെ ചേർക്കണം എന്ന് എൻ്റെ കൂടെ വിട്ട സ്തോത്രം അന്നത്തെ ആ നേതാക്കന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞ്, ഈ പയ്യനെ ഇവിടെ ചേർക്കണം, ഇവന് സാറ് വേണം, ഒരു നാമം നൽകണമെന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം മുതിർന്ന അധ്യാപകൻ തൻ്റെ കബഡികളെല്ലാം നിരത്തി എൻ്റെ മുടി ഇഴകൾ, എൻ്റെ കാലിൻ്റെ നഖങ്ങൾ, എൻ്റെ വിരലുകളിൻ്റെ നീളം, ഇതെല്ലാം നോക്കിയിട്ട് അദ്ദേഹം ഒരു ജാതകം എനിക്ക് വേണ്ടി അങ്ങ് കുറിച്ചു. ജാതകം ഇങ്ങനെയാണ്. സ്തോത്രം. ഇവൻ രോഗത്തിൽ ജനിച്ചവനാണ്, ഇവന്റെ തലമുടി അധികമായ മൃദുലതയുണ്ട്,
ഇവൻ രോഹിണി നക്ഷത്രക്കാരനാണ്, ഇവന്റെ നെറ്റിക്ക് വീതിയുണ്ട്, ഇവൻ ശ്രീകൃഷ്ണന്റെ നാമമുള്ളവനാണ്, അങ്ങനെയെങ്കിൽ ഇവന്റെ പേര് അച്യുതൻ എന്ന് പറഞ്ഞു. അങ്ങനെ അച്യുതൻ എന്നുള്ള പേര് അദ്ദേഹം 2 പ്രാവശ്യം പേര് ചൊല്ലിയപ്പോൾ അത് ശരിയാകത്തില്ലല്ലോ, ആ പേരിന് ഒരു പൂർണ്ണതയില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹം എനിക്ക് അച്യുതാനന്ദന് എന്ന് ഈ നാമം നൽകി. അങ്ങനെയാണ് എൻ്റെ ഈ അച്യുതാനന്ദൻ എന്നുള്ള ഈ നാമം എനിക്ക് കിട്ടിയത്. ഈ അച്യുതാനന്ദൻ എന്നുള്ള നാമവുമായി അന്ന് മുതൽ 8ാം ക്ലാസ് മുതൽ ഞാൻ ആ സ്കൂളിൽ പഠിക്കുവാൻ, ഈ കോട്ടയത്ത് സ്കൂളിൽ പഠിക്കുവാൻ എനിക്കിടയായി. 8, 9, 10, വീണ്ടും പിന്നെ +2, അത് കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി, ഇതെല്ലാം ചെയ്തു. കാരണം ഇതെല്ലാം എന്നെ അവർ ചെയ്യിപ്പിച്ചു. എന്നാൽ ഈ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ സ്തോത്രം എപ്പോഴൊന്നോ അറിയത്തില്ല എന്നിലേക്ക് വന്നെടുത്ത ഒരു ശീലമായിരുന്നു വായന. വായന എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്, വായിക്കുന്നവന് വിശപ്പ് അറിയത്തില്ല, വായിക്കുന്നവന്റെ വയറിലെ വിശപ്പ് അവൻ മറക്കുമെന്നാണ് ഞാൻ അന്ന് കണ്ടുപിടിച്ച കണ്ടുപിടുത്തം. അതുകൊണ്ട് തന്നെ വായന ഒരു ശീലമായിരുന്നു. നന്നായി വായിച്ചിരുന്നു. കവിതകൾ, സാഹിത്യങ്ങൾ, നോവലുകൾ, അങ്ങനെ നിരവധി കഥകൾ ഞാൻ വായിച്ചു. നിരവധി ജീവിക്കുന്ന പുസ്തകങ്ങളെ പലതും ഞാൻ കണ്ടു. സ്തോത്രം. അങ്ങനെ നിരവധി പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒടുക്കൽ വായിച്ച ഒരു പുസ്തകമാണ് ഇന്ത്യയുടെ ഭരണഘടന. ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് തുല്യ സമത്വം, തുല്യനീതി എന്ന് പറയുന്ന ജനാധിപത്യ രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. ഈ രാജ്യം ഐത്തത്തിന്റെയും അടിമത്തത്തിന്റെയും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഈ രാജ്യത്തെ ചെയ്യുന്നു കീറിമുറിക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ വെളിപ്പെട്ട് നൽകിയ ഒരു മിശികയായിട്ട് ഞാൻ കരുതി ഡോക്ടർ B.R. അംബേദ്കർ എന്ന് പറയുന്ന വ്യക്തി. ഡോക്ടർ B.R. അംബേദ്കർ എന്ന് പറയുന്ന വ്യക്തി ഒരു നിസ്സാരക്കാരനല്ല, സഞ്ചരിക്കുന്ന ലൈബ്രറി എന്ന് ഞാൻ വിശേഷിപ്പിച്ചു. ഇദ്ദേഹം പറയുന്ന ഓരോ വാക്കും, ഓരോ ചിന്തകളും എന്നെ സ്വാധീനിച്ചു. അദ്ദേഹത്തിന്റെ 100ഓളം വരുന്ന പുസ്തകങ്ങൾ വായിക്കുവാനും അദ്ദേഹത്തിന്റെ വളരെ പ്രധാനമായിരിക്കുന്ന തിസീസിലൊന്ന് വായിക്കുവാനും ഒക്കെ ഇടയായി. ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചു. ഇന്നത്തെ കാലത്ത് ചെയ്യുന്ന കവിതാക്കൾ കൂടുതലുള്ള സമയമാണല്ലോ. കവിതാക്കൾ കൂടുതലുള്ള സമയത്ത് നിരവധി പേർ അങ്ങോട്ട് പരസ്പര സ്നേഹം കൈമാറുന്നു. പ്രേമമെന്ന് അതിന് പറയുന്നു, പ്രണയമെന്ന് പറയുന്നു. എന്നാൽ എനിക്ക് ഡോക്ടർ B.R. അംബേദ്കറിനോട് സ്നേഹവും പ്രണയവും കൂടിച്ചേർന്നുള്ള ഒരു അമിതമായ ഒരു ബന്ധത്തിലുമായിരുന്നു ഡോക്ടർ B.R. അംബേദ്കറിനോട്. ഞാൻ അദ്ദേഹത്തെ ദൈവമല്ല, അതിനും മുകളിൽ ഒരു ദൈവം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ അങ്ങനെ കാണാമെന്ന് ഞാൻ വരെ കരുതി. കാരണം അദ്ദേഹം വലിയ വ്യക്തിയായിട്ട് ഞാൻ കണ്ടു. അദ്ദേഹത്തെ ഞാൻ സ്നേഹിച്ചു. അദ്ദേഹത്തെ ഞാൻ വളരെയധികം ചേർത്ത് നിർത്തി, എൻ്റെ മാറോട് നിർത്തി. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളെല്ലാം അങ്ങനെ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ അദ്ദേഹം നേടിയെടുത്ത ഒരു ചിന്താഗതിയുണ്ട്. ഒരു മതം തിരഞ്ഞെടുത്തു. ഞാനും അങ്ങനെ തീരുമാനിച്ചു. ഞാനും മതം തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞ് അന്നത്തെ UP നടന്ന ഒരു ബുദ്ധ സമ്മേളനത്തില് ദലൈലാമ എന്ന് പറയുന്ന ഒരു ബുദ്ധ ആചാര്യന്റെ കയ്യിൽ നിന്നും അങ്ങ് 23 പേർ അന്ന് ഞങ്ങള് ബുദ്ധ മതം സ്വീകരിക്കുകയും ബുദ്ധ ആചാര പട്ടം ഞങ്ങൾ നേടുകയും ചെയ്തു. അങ്ങനെ തിരിച്ച് ഞങ്ങളുടെ കേരളത്തിലേക്ക് വരുന്നു. അപ്പം എൻ്റെ ചിന്തകൾക്ക് രണ്ട് വഴിത്തിരിവായി അക്രമത്തിന്റെ സ്വഭാവം അണിഞ്ഞുകൊണ്ട് ചെയ്യുന്നു. പാടത്ത് വേലയും കരയിൽ കൂലിയും എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. മറ്റൊരു പ്രസ്ഥാനം എന്ന് പറയുന്നത് അഹിംസയുടെ ഒരു പ്രസ്ഥാനം. തുല്യ നീതിക്ക് വേണ്ടി, തുല്യ സമത്വത്തിന് വേണ്ടി, തുല്യ ജനാധിപത്യത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കണമെന്ന് പറയുന്ന ഒരു സമൂഹം എന്ന് ഇന്ന് ഞാൻ കണ്ടു. അങ്ങനെ ഈ 2 ആശയങ്ങൾ കൂടി എൻ്റെ ഉള്ളിൽ കിടന്ന് വലിയ സംഘടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികമായ സംഘടനം. ഒരു ഭാഗത്ത് അക്രമം നടത്തുവാനുള്ള വ്യക്തി, മറ്റൊരു ഭാഗത്ത് ഒരു അഹിംസയുടെ വ്യക്തി. ഈ 2 വ്യക്തികൾ തമ്മിൽ, അല്ലെങ്കിൽ ഈ 2 രൂപങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന സംഘടനകൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യനും സങ്കല്പിക്കുവാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുന്ന ഒരു രീതി. എന്നാൽ പറയട്ടെ, ഈ 2നും കൺക്ലൂഷൻ തരുവാൻ പറ്റാത്ത സാഹചര്യം ഒരു ദൈവത്തിനോ ഒരു ദൈവ പുരുഷനോ അല്ലെങ്കിൽ ഒരു പുരോഹിതനോ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു ആ കാലഘട്ടം.
എന്നാൽ ഈ രണ്ട് ചിന്തകളും മാറോട് ചേർത്തുകൊണ്ട് രണ്ട് രൂപമായി അണിഞ്ഞു. ഈ രണ്ട് രൂപമായി അണിഞ്ഞുകൊണ്ട് അഹിംസയും അല്ലെങ്കിൽ അംബേദ്കറിസം എന്ന് പറയുന്ന ഈ അഹിംസ സിദ്ധാന്തങ്ങൾ അടങ്ങിയിരിക്കുന്ന തുല്യനീതിയുടെ സിദ്ധാന്തം അടങ്ങിയിരിക്കുന്ന ഈ ആയുസവും ഈ കമ്മ്യൂണിസം അല്ലെങ്കിൽ ചോദിച്ചാൽ തന്നില്ലെങ്കിൽ തല്ലി വാങ്ങണമെന്ന് പറയുന്ന ഇസവും എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഇസങ്ങൾ കൂടി സംയോജിപ്പിക്കുന്ന ഒരു അച്യുതാനന്ദനായി ഞാൻ അവിടെ പുനർജനിക്കുകയായിരുന്നു. എന്നാൽ ആ പുനർജനത്തിൽ സ്തോത്രം ചെയ്യുന്നു, ഈ മതത്തെ സ്തോത്രം ചെയ്യുന്നു, മറ്റുള്ളവന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്ന മതം തല്ലണമെന്നായിരുന്നു എന്റെ ആശയം. സ്തോത്രം ചെയ്യുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് ക്ലാസുകൾ എടുക്കുവാൻ വിടുന്നത് എന്നെയാ. അന്ന് ക്ലാസുകൾ എടുക്കുവാൻ വിടുമ്പോൾ അവിടെ വരുന്ന യുവാക്കൾ, യുവതികൾ, ചെറുപ്പക്കാർ, മാതാക്കൾ, പിതാക്കൾ ഇവരോട് ശക്തമായി ഞാൻ സ്തോത്രം പറയുന്ന കാര്യം, മതമല്ല നമ്മുടെ വിഷയം, നമ്മുടെ വിഷയം വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞു. വിദ്യാഭ്യാസം നേടി വിദ്യാഭ്യാസ യോഗ്യതയിൽ വിദ്യാഭ്യാസത്തിന്റെ നിലയിലേക്ക് നിങ്ങൾ വളർന്നു വരുമ്പോൾ നല്ലൊരു ഭാരതം നമുക്ക് മുമ്പിൽ വിടർന്നു വരും. പുത്തൻ സൂര്യൻ ഉദിക്കുമ്പോൾ താമര വിരിയും പോലെ പുതിയൊരു പുലരി നമുക്ക് വേണ്ടി വിടരുമെന്ന് ഞാൻ അവരോട് പഠിപ്പിച്ചു. അങ്ങനെ ഡിവൈഎഫ്ഐ, SFI നിരവധി യുവജന പ്രസ്ഥാനങ്ങളിൽ ക്ലാസുകൾ എടുക്കുവാനും ചരിത്ര പ്രധാനമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി. ഓഗസ്റ്റ് മൗണ്ട് ബാറ്റൻ പ്രഭു സ്തോത്രം ചെയ്യുന്നു. അന്ന് നൽകിയ സ്വാതന്ത്ര്യമല്ല, ഇനിയും സ്വാതന്ത്ര്യം മനുഷ്യന്റെ ഉള്ളിൽ ഞാൻ പ്രഖ്യാപിച്ചു. എന്തിലൂടെ? കമ്മ്യൂണിസത്തിലൂടെ. എന്നാൽ ഈ കമ്മ്യൂണിസത്തിലൂടെ വിടിവിക്കപ്പെടുന്ന വ്യക്തി അംബേദ്കറിസത്തിലൂടെ ജീവിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സിദ്ധാന്തത്തിൽ ഞാൻ ജീവിച്ചു വന്നതുകൊണ്ട് നിരവധി ഇടങ്ങളിൽ പലരെയും മർദ്ദിച്ചു. സ്തോത്രം ചെയ്യുന്നു. എനിക്കറിയാം, ഇന്നേക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിരവധി ബൈബിൾ കത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് സ്തോത്രം ചെയ്യുന്നു, ഇന്നും ആ ഷോപ്പ് കോട്ടയം പട്ടണത്തിലുണ്ട്. അവിടുത്തെ നിരവധി 100ഓളം ബൈബിളുകൾ, ഗിദയോൻ ബൈബിൾ മുതൽ ഇന്ന് സങ്കീർത്തനം, പഴയ നിയമം, പുതിയ നിയമം അടങ്ങുന്ന ബൈബിൾ വരെയും ഞങ്ങൾ അന്ന് കന്നാസിൽ പെട്രോൾ മേടിച്ച് ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് കത്തിക്കും. എന്നിട്ട് ട്രാക്റ്റുകൾ കൊണ്ടുവരുന്ന അത് മേടിച്ച് ഞങ്ങൾ കത്തിക്കും. ബൈബിളുകൾ കീറും. അങ്ങനെ നിരവധി അധികം. ഈ പുസ്തകം ഒരു മതത്തിന്റെ പുസ്തകം മാത്രമല്ല, ഇത് യഹൂദന്റെ പുസ്തകമാണ്. യഹൂദന് വേണ്ടി ഇറങ്ങിയ മിശിഹയാണ്, യഹൂദന്റെ മോചനത്തിന് വേണ്ടി ഇറങ്ങിയ മിശിഹയാണെന്ന് അന്ന് ഞാൻ പ്രഖ്യാപിച്ചു. എന്നാൽ ആ പ്രഖ്യാപനം, ആ രീതിയിൽ ഞാൻ ഒരു അക്രമസദ്ധനായി. അങ്ങനെ ക്രിസ്ത്യാനിറ്റിയെ മുടിക്കുവാൻ വന്ന പൗലോസിനെ പോലെ, ക്രിസ്ത്യാനിറ്റിയെ മുടിച്ചു കളയുവാൻ വന്ന പൗലോസിനെ പോലെ എനിക്കും ഒരു ഉത്തരവാദിത്വം കിട്ടി. ഈ ബെന്തക്കോസ് എന്ന് പറയുന്നവന്മാരാണ് ഈ ക്രിസ്ത്യാനിറ്റി ഇവിടെ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലക്ഷ്യം വിട്ടു. ബെന്തക്കോസിനെ കുറിച്ച് പഠിച്ചു, തിരിഞ്ഞു മറിഞ്ഞു ഒരു കാര്യം മനസ്സിലാക്കിയത്, വയറ്റിപ്പഴുപ്പിന് വേണ്ടി ബൈബിളും പിടിച്ചുകൊണ്ട് തെരുവീതിയിൽ പ്രസംഗിക്കുകയും മതം പ്രചരിപ്പിക്കുകയും ചെയ്യും. ഈ പ്രചരിപ്പിക്കുകയും ചെയ്ത് ഇവരെ ഒരു സ്ഥലത്ത് കൂട്ടിയിരുത്തി ഇവരെ കൊണ്ട് ആരാധിപ്പിച്ച് ഇവരെടുക്കുന്ന പണം പിരിച്ച് അത് അവന്റെ ചെലവിന് വേണ്ടി എടുക്കുന്ന ഒരു പ്രക്രിയയാണ് ബെന്തക്കോസ് എന്ന് ഞാൻ അന്ന് പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് മറ്റുള്ള ക്രിസ്ത്യൻ സഭകളെ പോലെയല്ല, ബെന്തക്കോസുകാരെ സംബന്ധിച്ച് എനിക്ക് അവരെ അറപ്പാണ്, അവരെ എനിക്ക് വെറുപ്പാണ്. അവരെ ഞാൻ പട്ടിയെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത്, പേ പിടിച്ച് വരുന്ന പട്ടി പേ പിടിച്ചാണ് തല്ലിക്കൊല്ലേണ്ടത്, അതേപോലെ തല്ലിക്കൊല്ലണമെന്ന് അന്ന് പ്രസംഗിക്കുകയും അന്ന് അങ്ങനെ ചെയ്യുകയും ചെയ്തു. നിരവധി പാസ്റ്റർമാരെ, നിരവധി അധികം ദൈവദാസന്മാരെ നിരവധി പേരെ, ഒരുപാട് പേരെ തല്ലി. ചിലരെ നഗ്നരാക്കി, ചിലരെ ദേഹത്ത് ബ്ലേഡ് വെച്ച് മുറിക്കും, ചിലരെ മാന്തും. സ്തോത്രം. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്വഭാവ കാലഘട്ടമായിരുന്നു. എന്നാൽ
അന്ന് എനിക്ക് എൻ്റെ കൂട്ട് എന്ന് പറയുന്നത് സ്തോത്രം, എനിക്ക് അല്പനേരത്തെ സമാധാനത്തിന് വേണ്ടി, അല്പനേരത്തെ ആശ്വാസത്തിന് വേണ്ടി സുലഭമായി കിട്ടുന്ന കഞ്ചാവും ഈ MDMA-യും മയക്കുമരുന്നും ഒക്കെയായിരുന്നു. ഇന്നും എൻ്റെ കയ്യിൽ അതിന്റെ അടയാളങ്ങളുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഇഞ്ചക്ഷൻ എടുക്കും, അതേപോലെ വലിക്കും, അങ്ങനെ നിരവധി അധികമായ മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. മദ്യം കഴിക്കും, പക്ഷെ മദ്യത്തെക്കാൾ കൂടുതൽ വീര്യമുള്ളതാണ് ഏതാണോ അത് ഞാൻ കഴിക്കും. ഇന്ന് അന്നൊക്കെ സുലഭമായി കളർ പാക്കറ്റിൽ കിട്ടുന്ന ഒരു സാധനമാണ് ഷംപു, അല്ലെങ്കിൽ ഇന്ന് അതിനെ ഹാൻഡ്സ് എന്ന് പറയും. സ്തോത്രം. അതൊക്കെ ഞങ്ങളുടെ കിറിക്കകത്ത് വെക്കും. എന്നിട്ട് ഈ കിറിക്കകത്ത് വെച്ചിട്ടും ഇതിന്റെ എഫക്റ്റ് കയറത്തില്ലെങ്കിൽ ഞങ്ങള് നല്ല പുതിയ ബ്ലേഡ് മേടിച്ചിട്ട് കീറിയിട്ട് തൊലിക്കകത്തോട്ട് ഇത് ഞങ്ങൾ കുടഞ്ഞിടും. കാരണം അതിന്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തു. അങ്ങനതൊക്കെ ഞങ്ങളുടെ കൂട്ടുകാരായിരുന്നു. അങ്ങനെ സ്തോത്രം നിരവധി ഇടങ്ങളിൽ പോയി ഞങ്ങള് ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഉള്ളിലെ വിപ്ലവം ശക്തമായി വീണ്ടും ജ്വലിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഞങ്ങൾ ലഹരിയിലായിരിക്കണം. അങ്ങനെ ഞങ്ങൾ ലഹരി പദാർത്ഥങ്ങളിലൊക്കെ അടിമപ്പെട്ടു, ലഹരിയിൽ ഞങ്ങൾ ജീവിച്ചു, ലഹരിക്കനുസരിച്ച് ഞങ്ങൾ ജീവിതം മുന്നോട്ട് പോയി. അങ്ങനെ ജീവിതത്തിലെ നാനാ കോണുകളിലേക്ക് ഞങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു ദിവസം തലയോലപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ദേവസ്വം ബോർഡിന്റെ കോളേജ് ഉണ്ട്. അവിടെ തലയോലപ്പറമ്പ്, ആ ദേവസ്വം ബോർഡിന്റെ കോളേജിൽ SFI പിള്ളേർക്ക് ക്ലാസ് എടുക്കുവാൻ വേണ്ടി പോകുന്നു. അതിന്റെ 2 ആഴ്ച മുമ്പ് വിഷ്ണു എന്ന് പേരുള്ള ഒരു പയ്യനെ സ്തോത്രം ചെയ്യുന്നു. KSU എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനം കൊന്നു. ആ കൊന്നതിന്റെ പ്രതിഷേധപരമായി എന്നെ ഒരു കോളേജാണ് ദേവസ്വം ബോർഡിന്റെ കോളേജ്. ആ ദേവസ്വം ബോർഡിന്റെ കോളേജിൽ ശക്തമായി സ്തോത്രം ചെയ്യുന്നു, പ്രഭാഷണം ചെയ്യുകയാണ്. ഈ ആയിരിക്കുന്ന സമൂഹത്തിൽ നിന്നും കൊല്ലുവാൻ വന്ന നമ്മുടെ കൂട്ടു സഖാവിനെ കൊന്നു എന്നുള്ള ആ വിപ്ലവ സ്വരം അവിടെ മുഴക്കി. അവിടെയുള്ള യുവാക്കളുടെ ഞരമ്പുകളിലെ രക്തം തിളപ്പിച്ചിട്ട് തിരിച്ച് മടങ്ങി പറയുന്ന ആ സ്ഥലത്ത് ഒരു ബാറിൽ കയറി ഞങ്ങൾ ആവശ്യത്തോടെ മദ്യപിച്ച് ഞങ്ങൾ ആ ബാറിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു പിതാവ്, ഒരു ഏകദേശം 90-92 പ്രായമുള്ള ഒരു പിതാവ്, അല്പം കൂനുണ്ട്. അദ്ദേഹത്തെ കണ്ടാൽ വലിയ കോമളനൊന്നുമല്ല, അദ്ദേഹം വലിയ സുന്ദരനൊന്നുമല്ല, അദ്ദേഹം നല്ല ഭയങ്കര കറുത്ത ഒരു ശരീരമാണ്. അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ തോളില് ഒരു കോളാമ്പി പോലെ ഒരു മൈക്ക് അതിൽ തൂക്കി വെച്ച് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. പല്ലില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ വാക്ക് ഉച്ചാരണം മനസ്സിലാകുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ഉച്ചാരണം പല്ലും ഇതെല്ലാം കൊണ്ടും അവരുടെ ഉച്ചാരണം മനസ്സിലാകുന്നില്ല. അദ്ദേഹം വിളിച്ചു പറയുകയാണ്, യേശു ക്രിസ്തു വേഗം വരുമെന്ന്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇവന്മാർക്കിട്ടൊക്കെ തല്ലിയാലും ശരിയായി അടുക്ക ചെന്ന് കഴിഞ്ഞപ്പം അദ്ദേഹം എന്റെ കരങ്ങളിലേക്ക് ഒരു പേപ്പർ നീടിത്തന്നു. ആ പേപ്പറിന്റെ അകത്ത് അദ്ദേഹത്തിന്റെ കൈയക്ഷരം കൊണ്ട് പെൻസില് കൊണ്ട് എഴുതിയേക്കുക, യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. ഞാൻ ചോദിച്ചു, ഈ യേശു ക്രിസ്തു എന്ന് പറഞ്ഞ വ്യക്തി ആർക്കു വേണ്ടിയാണ് ഇവിടെ വന്നത്? മോചനത്തിന് വേണ്ടി വന്നു? ആരുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നു? എന്തിനു വന്നു എന്ന് ഞാൻ ചോദിച്ചു. വാദമുണ്ടായി. ഞാൻ ചോദിച്ചു, ഈ യേശു എന്ന് പറയുന്ന വ്യക്തി ഞാനും ഒരാളാണ്, ഞാനും യേശുവാണ്, ആ യേശുവും ഞാനും ഒന്നാണ്. കാരണം എന്താ? അന്നത്തെ കാലത്ത് യേശുവിനെ വേശ്യയുടെ പുത്രൻ എന്ന് അന്നത്തെ സമൂഹം വിളിച്ചു തള്ളി. അന്നത്തെ സമൂഹം അന്നത്തെ രീതിയിൽ സ്തോത്രം ചെയ്യുന്നു, പിതാവില്ലാത്ത വ്യക്തിയായി യേശുവിനെ കണ്ടെങ്കിൽ അങ്ങനെയാണ് എന്നെയും സമൂഹം കാണുന്നത്. അങ്ങനെയെങ്കിൽ ഞാനും യേശു ക്രിസ്തുവും ഓരോ അനുഭവക്കാരാ. അങ്ങനെ ഞങ്ങൾ ഓരോ അനുഭവക്കാരായതുകൊണ്ട് ഞാനും യേശു, അതും യേശു. അങ്ങനെ ഞങ്ങൾ വാഗ്വാദമുണ്ടായി. അദ്ദേഹവുമായി ഞങ്ങൾ ശക്തമായി പ്രതിവാദമുണ്ടായി. അവസാനം എൻ്റെ ഉള്ളിലെ ലഹരി കാരണം ഞാൻ അദ്ദേഹത്തെ മർദ്ദിച്ചു. സ്തോത്രം. അദ്ദേഹത്തെ നഗ്നനാക്കി, അദ്ദേഹത്തെ പൂർണ്ണ നഗ്നനാക്കി. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ബോക്സ് നിലത്തിട്ട് അടിച്ചുപൊട്ടി. അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന വേദപുസ്തകം ഞാൻ വലിച്ചു കീറി. പോക്കറ്റിൽ സിഗരറ്റ് വലിക്കുവാൻ വെച്ച ലാമ്പ് കൊണ്ട് ആ പുസ്തകം കത്തിച്ച് അതിന്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന ഓടയിലോട്ട് ആ പുസ്തകം എറിഞ്ഞു കളഞ്ഞു. അവിടുന്ന് തിരിച്ചു മടങ്ങി ഞങ്ങൾ കോട്ടയത്തോട്ട് വരികയാണ്. ആ വരവിൽ ഞങ്ങൾക്കൊരു ചെറിയൊരു അപകടമുണ്ടായി. ആ അപകടത്തിൽ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ ഞങ്ങൾ അന്ന് വന്നു. എനിക്കന്ന് ചിക്കൻ ഗുനിയയുടെ സീസൺ ആയിരുന്നു. ചിക്കൻ ഗുനിയയുടെ സീസൺ ആയതുകൊണ്ട്
ആ, അവിടെ എനിക്ക് കിടക്കുവാൻ ലഭിച്ച സ്ഥലം എന്ന് പറയുന്നത് വരാന്തയുടെ ഏരിയയാണ്. ആ വരാന്തയിൽ ഞാൻ കിടക്കുന്ന സമയത്ത് സ്തോത്രം ചെയ്യുന്നു, ആ കൂട്ടുകാരും എല്ലാവരും പോയി. അങ്ങനെ ആ സാഹചര്യത്തിൽ കിടക്കുമ്പോൾ എൻ്റെ അടുക്കൽ ഒരു മാതാവ് കടന്നു വരുവാനും ആ, ഇടയായി. ആ മാതാവ് എൻ്റെ അടുക്കൽ വന്ന്, മോനെ നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ ആ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ആ മാതാവിൻ്റെ കയ്യിൽ ബൈബിളാണ് ഇരിക്കുന്നത് കണ്ടത്. ഞാൻ ആ ബൈബിൾ നോക്കിയപ്പോൾ ആ, പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ദേഷ്യവും കോപം മൂലവും ഞാൻ ആ മാതാവിനെ കടിച്ചു പറിക്കുവാനും ആ മാതാവിന്റെ മുടി പിടിച്ചു വലിക്കുവാനും മർദ്ദിക്കുവാനും ഒക്കെ ഇടയായി. ആ മാതാവിന്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം എടുത്ത് കീറിക്കളയുവാനും അത്രയധികമായിട്ടുള്ള ഇറിറ്റേഷൻ എനിക്ക് ആ പുസ്തകം കൊണ്ടുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് അവിടെ അടുത്ത് കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികളും എൻ്റെ അടുക്കൽ വന്നിട്ട്, ഇത്രയും പ്രായമുള്ള ഒരു മാതാവിനെ നിനക്ക് തല്ലണമോ എന്ന് ചോദിച്ച് അവരെന്നോട് ദേഷ്യപ്പെട്ടു. എന്നാൽ സ്തോത്രം ചെയ്യുന്നു, ഞാൻ പറഞ്ഞു, മതം പ്രചരിപ്പിക്കുവാൻ വന്ന ഒരു വ്യക്തിയാണ് ഞാൻ മർദ്ദിച്ചത്. മതം എങ്ങനെ പ്രചരിപ്പിക്കുവാൻ വരുന്നു ആ വ്യക്തിയെ തല്ലണം. ഇത് ഇന്ത്യയാണ്. ഇത് പാവങ്ങളുടെ പട്ടിണി പാവങ്ങളുടെ ഇന്ത്യയാണ്. ഈ ഇന്ത്യയിൽ എങ്ങനെ ജീവിക്കണമെന്ന് മതമല്ല തീരുമാനിക്കുന്നത്. മതം ഉണ്ടാക്കിയ മനുഷ്യൻ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ. എന്നാൽ മതവും ദൈവവും ഇല്ലാത്ത വ്യക്തിയെ ഒരിക്കലും ഒരു മതം അടിച്ചേൽപ്പിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും പിരിഞ്ഞുപോയി. ഏകദേശം 7 മണിയായപ്പോൾ ഈ നവജീവൻകാരുടെ കഞ്ഞി അവിടെ വരും. നവജീവൻ എന്ന് പറയുന്നത് ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ കഞ്ഞി അവിടെ വരുന്ന സമയത്ത് എല്ലാവരും കഞ്ഞി മേടിക്കുവാൻ വേണ്ടി പോയി. എന്നാൽ ഈ മാതാവിനെ മർദ്ദിച്ചത് അവിടെ ഇരിക്കുന്നവർ കണ്ടതുകൊണ്ട് അവരാരും എനിക്കൊരു സഹായമായി വന്നില്ല. ഞാൻ ആകെ വിഷമിച്ചു. എൻ്റെ വിഷമത്തിൽ ഞാൻ കണ്ണുകൾ അടച്ച് ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുക്കൽ 2 പേർ വന്നിരിക്കുന്നു. എന്നെ അവരുടെ തോർത്ത് കൊണ്ട് വീശുന്നുണ്ട്, അവർ എന്നെ ശരീരം തുടയ്ക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഞാനിത് എൻ്റെ ആ ഉറക്കത്തിന്റെ അതിൽ ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നപ്പോൾ ഞാൻ തലയോലപ്പറമ്പെന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മർദ്ദിച്ചടിച്ച് നഗ്നനാക്കിയ പിതാവും രണ്ടാമത് ഞാൻ മർദ്ദിച്ച ആ മാതാവുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇരിക്കുന്ന ഇടം 30-35 കിലോമീറ്ററുകൾക്ക് അകലെ നിന്നാണ് ഞാൻ ഇവരെ രണ്ടുപേരെയും കാണുന്നത്. ഈ രണ്ടുപേരും ഒരേ സമയം എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ അത്ഭുതമൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിലും ചില കാര്യങ്ങൾ, സർപ്രൈസുകളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഇനി ഇവര് സർപ്രൈസ് ആണെന്ന് ഞാൻ ആ സമയത്ത് വിചാരിച്ചത്. അങ്ങനെ ആ സർപ്രൈസിൽ ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരോട് എനിക്കും മിണ്ടാനില്ല, അവർക്ക് എന്നോടും മിണ്ടാനില്ല. അവരെന്നെ ശുശ്രൂഷീകരിക്കുകയാണ്. എന്നാൽ എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ചിന്താഗതി കയറി വന്നു. സ്തോത്രം, പെറ്റ തള്ള അല്ലെങ്കിൽ 10 മാസം ചുമന്ന ഒരു മാതാവ് തന്റെ കുഞ്ഞിനെ മറക്കുമോ? സ്തോത്രം ചെയ്യുന്നു. ഒരു മാതാവും ഒരു മകനും അല്ലെങ്കിൽ ഒരു കുഞ്ഞും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സ്വതം മുക്കൽ കൂടി ബന്ധമാ. ആ ബന്ധം എന്ന് പറയുന്നത് ഒരു അമിതമാ, ഒരു പിതാവിനേക്കാൾ അമിതമാണ് ഒരു മാതാവിന്റെ സ്നേഹം അല്ലെങ്കിൽ മാതാവിന്റെ കരുതൽ അല്ലെങ്കിൽ മാതാവും ഒരു കുഞ്ഞുമായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ എന്നെ മറന്നു കളഞ്ഞ ഒരു സ്ത്രീ ആയിരിക്കണമല്ലോ മാതാവ്. അങ്ങനെയെങ്കിൽ ഈ സ്ത്രീ വർഗമെന്ന് പറയുന്ന ഈ സമൂഹത്തെ മുഴുവൻ തല്ലണം, തല്ലിക്കൊല്ലണം, പേപ്പട്ടിയെ എങ്ങനെ കൊല്ലണം അല്ലെങ്കിൽ കഴുത്ത് ഞെരുക്കി കൊല്ലണമെന്നുള്ള ആ ഒരു മനോവികാരത്തിലായിരുന്നു ഓരോ സ്ത്രീകളെയും കാണുന്നത്. സ്ത്രീ എന്ന് പറയുന്നത് ശരീരം വിൽക്കുന്ന ഉപകരണമെന്നും സ്ത്രീ എന്ന് പറയുന്നത് ഒന്നിനും ഒരു കാര്യത്തിനും ഗുണമില്ലാത്തതുമായ, സ്തോത്രം ചെയ്യുന്നു, ഒരു വസ്തുവാണെന്ന് കരുതിയിരുന്ന എൻ്റെ ചിന്താഗതികൾക്ക് മാറ്റം സൃഷ്ടിച്ചുകൊണ്ട് ആദ്യമായി സ്ത്രീ ആയിരിക്കുന്ന ഒരു പ്രായമുള്ള മാതാവ് എനിക്ക് ആഹാരം വരുത്തുന്നു. സ്തോത്രം. ചരിത്രം വഴിമാറുക. ചരിത്രം മുഴുവൻ, എൻ്റെ ജീവിത ചരിത്രത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ആദ്യമായി ഒരു സ്ത്രീ എന്ന് പറയുന്ന വ്യക്തി ആഹാരം വാരിത്തരിക, ഒരു മാതാവ് വാരിത്തരിക. ആ മാതാവ് വാരിത്തരുമ്പോൾ എൻ്റെ, സ്തോത്രം ചെയ്യുന്ന, വായിൽ നിന്ന് പോകുന്ന ആഹാരവും എൻ്റെ ചുണ്ടുകളിൽ ഇരിക്കുന്ന ആ വേസ്റ്റുമെല്ലാം തുടച്ചു മാറ്റുകയാ. സ്തോത്രം ചെയ്യുന്ന അവൻ അതേപോലെ എന്നെ പരിചരിക്കുന്നു.
പരിചരിക്കുന്നു. ആ പിതാവും മാതാവും അവർ പരിചരിക്കുകയാണ്. 1 മാസം കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വരാന്തയിൽ വന്ന് നിന്ന സമയത്ത് എന്റെ കയ്യിലുണ്ടായിരുന്ന അല്പം പണം എടുത്ത പിതാവിന്റെ കയ്യിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ നോക്കിയതിന് പ്രതികൂലമാണ്. നിങ്ങൾ എന്നെ നോക്കി എന്നെ പരിചരിച്ചു, എന്നെ തള്ളിക്കളയാൻ നിങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചതിന് ഇതാ ഇത്ര രൂപ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ആ പിതാവിന്റെ കൈ നീട്ടിയപ്പോൾ ആ പിതാവ് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് പണം വേണ്ട, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ആ പിതാവ് എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഇത്രയും കാലം നിന്നെ നോക്കിയെങ്കിൽ ഞങ്ങൾ പറയുന്ന ഒരു ആഗ്രഹം നീ സാധിപ്പിക്കണമെന്ന് പറഞ്ഞു. എന്താണെന്ന് ഞാൻ ചോദിച്ചു. ആ പിതാവ് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ നിന്റെ കാല് കുറയുന്നോടം വരെ, അല്ലെങ്കിൽ കാലിന്റെ ആ വേദനയും ആ ഇതെല്ലാം കുറയുന്നോടം വരെ ഞങ്ങളുടെ കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്തോത്രം ചെയ്യുന്നു. പെട്ടെന്ന് എന്റെ ചിന്തകൾക്കൊരു മാറ്റം സംഭവിച്ചു. ആ പിതാവിന്റെ കൂടെ പോകാമെന്ന് കരുതി. കാരണം അവർ എന്നെ നോക്കി, അവരെന്നെ പരിചരിച്ചു. അങ്ങനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കിഴക്കൻ മല, അല്ലെങ്കിൽ ഹൈ റേഞ്ചിന്റെ മല ഞങ്ങൾ കയറുകയാ. അങ്ങ് കുട്ടിക്കാനം പീരുമേട് തേയിലത്തോട്ടത്തിന്റെ നടുവിൽ ഒരു പുല്ലുകൊണ്ട് മേഞ്ഞ ഒരു വീട്, സ്തോത്രം ചെയ്യുന്നു. ചാണകം കൊണ്ട് മെഴുകിയ ഒരു തറ, സ്തോത്രം ചെയ്യുന്നു. ഇരിക്കാൻ കസാരിയോ സ്റ്റൂളോ ഒന്നുമില്ല, ഒരു കൊരണ്ടി പലകയാ, സ്തോത്രം ചെയ്യുന്നു. പുല്ലുകൊണ്ട് മെടഞ്ഞ ഒരു പായ, സ്തോത്രം ചെയ്യുന്നു. അവിടെ ക്ലാസ് ഒന്നുമില്ല, അവിടെ ഒരു കോപ്പയാണ്. കോപ്പ എന്നാ പറയുന്നത്, കാപ്പി കുടിക്കുന്ന ഒരു പാത്രം, അതിന് കോപ്പ എന്നാ പറയുന്നത്. ആ കോപ്പയ്ക്കകത്ത് കടുങ്കാപ്പി കൊണ്ട് തരിക. ആ കടുങ്കാപ്പി കൊണ്ട് തന്ന കടുങ്കാപ്പി ഊതി കുടിച്ച്, എന്നിട്ട് സ്തോത്രം ചെയ്യുന്നു മൈസുപൊടി കൊണ്ട് അവരെന്തോ ഒരു സാധനം എനിക്ക് ഉണ്ടാക്കി തന്നു. അത് ഞാൻ കഴിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ റെസ്റ്റ് ചെയ്യുന്ന ആ സമയത്ത് അങ്ങനെ ഏകദേശം ഒരാഴ്ചക്കാലം കഴിഞ്ഞു. പിറ്റേ ആഴ്ചയായപ്പോഴത്തേനും എനിക്ക് കുറച്ചൊക്കെ ആരോഗ്യമായി. ഞാന് അവരുടെ ഓരോ പ്രവർത്തനങ്ങളും കാണുകയാണ്. അവർ എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വേറൊരു ഭാഷ, വേറൊരു ലാംഗ്വേജിൽ അവർ പറയുകയാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ സുഖമായിട്ട് ഉറക്കം കഴിപ്പ് മാത്രം, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ആ ജീവിത സാഹചര്യത്തിൽ പോകുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വായനാശീലം ഉള്ളത് ആയതുകൊണ്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും ഒന്ന് വായിക്കാൻ താ, അല്ലെങ്കിൽ ഇന്നത്തെ ന്യൂസ് പേപ്പർ താ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മേടിച്ചതാ, ഞാനത് വായിക്കട്ടെ. എനിക്ക് വായിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവരെനിക്ക് നൽകിയത്, സ്തോത്രം ചെയ്യുന്നു, ഞാൻ ഒരു കാലഘട്ടത്തിൽ കീറിക്കളയുകയും ഒരു കാലഘട്ടത്തിൽ കത്തിച്ച് കളയുകയും ചെയ്ത പുസ്തകമെന്ന്, അല്ലെങ്കിൽ ചവർ എന്ന് പറഞ്ഞ പുസ്തകമായ വിശുദ്ധ ബൈബിളാണ്. ഈ വിശുദ്ധ ബൈബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ വെറും മുത്തശ്ശി കഥ പോലെ കാണുന്നുള്ളൂ. കാരണം സ്തോത്രം ചെയ്യുന്നു, ആദ്യമേ ഒരു തോട്ടം ഉണ്ടാകുന്നു, ആ തോട്ടത്തിൽ രണ്ടുപേരുണ്ടാകുന്നു, പിന്നെ അവിടെ പാമ്പ് വരുന്നു. ഒരു 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 ബാലരമയ്ക്കകത്തും ഒരു കളിക്കുടുക്കയ്ക്കകത്തും വായിക്കുന്ന ലാഘവം മാത്രം. ഞാൻ പറഞ്ഞു, എന്തുവായാലും എന്താ കുറെ യുദ്ധമൊക്കെ വായിക്കാനുണ്ട്, ഇനിയും വായിക്കണമല്ലോ എന്ന് പറഞ്ഞ് ആ ബൈബിള് വായിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ബൈബിള് വായിച്ചു. ഉൽപ്പത്തി, പുറപ്പാട് അങ്ങനെ വായിച്ച് മുന്നേറ്റ് വന്നപ്പോൾ അവിടെയൊക്കെ ഒരു കഥ വായിച്ചതിൻ്റെ, അല്ലെങ്കിൽ നോവൽ വായിച്ചതിൻ്റെ ഒരു സുഖം. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പം അല്പം സഹതാപം ഉണ്ടായി ഇയ്യോബിനെ ഓർത്തപ്പം. കാരണം തന്നെ സ്നേഹിച്ച ദൈവം പോലും അവൻ ഇങ്ങനെ അവസ്ഥ വരുത്തിയല്ലോ എന്ന് ഓർത്തപ്പോൾ ഇയ്യോബിനെ ഓർത്തൊരു സങ്കടം തോന്നിയെങ്കിലും പിന്നീട് മുന്നോട്ട് പോയി. അങ്ങനെ ദാവീദിന്റെ വളരെ കാവ്യാത്മകവും സാഹിത്യപരമായിട്ടുള്ള വർണ്ണനകളുള്ള നല്ല വാക്കുകൾ, അതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ കുറെ ഉപദേശം. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തിലാണ് സന്മാർഗം എന്ന് പറയുന്നത് പഠിച്ചിട്ടുള്ളത്. സന്മാർഗത്തിന്റെ അകത്ത് പഠിച്ചിട്ട് വീണ്ടും പഠിക്കുന്നത് ഈ ബൈബിളിൽ വായിച്ചപ്പോഴാണ്. അവിടെയും ഒരു രസകരമായിട്ടുള്ള രീതിയൊക്കെ തോന്നി. അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക, തീർച്ചയായിട്ടും ബഹുമാനിക്കണം. കാരണം സ്തോത്രം ചെയ്യുന്നു, സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ ബൈബിളിൽ പഠിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഉത്തമഗീതം എത്തിയപ്പം എന്റെ പ്രായത്തിനനുസരിച്ച് എന്റെ ഉള്ളിൽ സന്തോഷമുണ്ടായി. കാരണം അവിടെ അല്പം പ്രണയമുണ്ട്, അല്പം സ്നേഹമുണ്ട്, അല്പം വികാരമുണ്ട്, വിചാരമുണ്ട്. ഇതെല്ലാം വന്നപ്പം എനിക്ക് അല്പം സന്തോഷം തോന്നി. ഉത്തമഗീതം വായിച്ചു. അത് അവസാനം ഇങ്ങനെ വായിച്ചു കയറി വരികയാണ്. വായിച്ചു വന്നപ്പോൾ ദാനിയേൽ പ്രവചനം വായിക്കുന്നു. ഇത് അവിടെ വായിച്ചപ്പോൾ ഒരു ഹൊറർ സ്റ്റോറി വായിച്ചതുപോലെ, ഒരു മൂവിയുടെ ഒരു പ്രതിനിധിയായിരുന്നു അത് വായിച്ചു കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് മലാക്കി പ്രവചനം വായിച്ചു, അടച്ചു.
മലാക്കി പ്രവചനം വായിച്ച് അടച്ച് വൈകിട്ടത്തെ അത്താഴം കഴിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം വായിക്കുകയാണ്, മത്തായിയുടെ സുവിശേഷം തുടങ്ങുന്നു. ആദ്യം തൊട്ട് പാരമ്പര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഇന്നവരിൽ നിന്നും ഇന്നവർ ജനിക്കുന്നു, ഇന്നവരിൽ നിന്ന് ഇന്നവർ ജനിക്കുന്നു, അങ്ങനെ പാരമ്പര്യത്തിന്റെ ലിസ്റ്റ്. ഞാൻ വളരെ ലാഘവത്തോടെ ആ പിതാവിനോട് ഇത് വായിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചു, കണ്ടോ, നിങ്ങളുടെ പിതാവിനെ നിങ്ങൾക്കറിയാം, ആ പിതാവിനെ ചിലപ്പോൾ നിങ്ങൾക്കറിയാം, എന്നാൽ അവരുടെ പിതാവിനെ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. പിതാവിനോട് ചോദിച്ചു. പിതാവ് പറഞ്ഞു, എനിക്കറിയത്തില്ല. അങ്ങനെയെങ്കിൽ കണ്ടോണം, ഒരുവന്റെ ഭൂമിശാസ്ത്രവും ചരിത്രവും മാത്രം എഴുതിയിരിക്കുന്ന ഈ പുസ്തകം എന്ന് പറയുന്നത് സത്യത്തിൽ ഇപ്പോഴും ഞാൻ ഇതിനെ ലാഭമായി കാണുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും പുസ്തകം വായിക്കുകയാണ്. എന്നാൽ ഞാൻ ഇത് വായിക്കുമ്പോൾ അവർ അപ്പുറത്തെ മറയിൽ പോയിരുന്ന് എനിക്ക് വേണ്ടി മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണുന്നില്ല. സ്തോത്രം ചെയ്യുന്നു. എനിക്ക് വേണ്ടി അവർ കരയുന്നത് ഞാൻ കാണുന്നില്ല. എനിക്ക് വേണ്ടി അവർ വേങ്ങലടിക്കുന്നത് ഞാൻ കാണുന്നില്ല. ഞാൻ പുസ്തകം വായിക്കുകയാണ്. 20-ാമത്തെ അധ്യായം വായിച്ചു. 20-ാമത്തെ അധ്യായം മുന്തിരിത്തോട്ടത്തെ കുറിച്ച് ഒരു ഉപമയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്. ഉപമ വായിച്ച് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോൾ സ്തോത്രം ചെയ്യുന്നു, തള്ളിക്കളഞ്ഞ കല്ലിനെയും തള്ളിക്കളഞ്ഞ കഴുതയെ കുറിച്ച് വായിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ആർക്കും വേണ്ടാതിരുന്ന, ഉപേക്ഷിക്കപ്പെട്ട, ഉപയോഗിച്ചും വേണ്ടെന്നും ഉപയോഗശൂന്യമായി തീർന്ന ഈ കഴുതയെ കുറിച്ച് വായിക്കുകയാണ്. വീണ്ടും ഈ കഴുതയെ ആ വ്യക്തി, അല്ലെങ്കിൽ യേശു എന്ന് പറയുന്ന ആ വ്യക്തി ഈ കഴുതയെ അതിന്റെ രാജകീയ മൃഗമാക്കുകയാണ്. എനിക്ക് ആശ്ചര്യം തോന്നി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ശിവാജിയും അലക്സാണ്ടറും ഇങ്ങു വേണ്ട ചെകുവര വരെയും കുതിരകളെ സേവിച്ചപ്പോൾ ഇവിടെ ഒരുത്തൻ ഉപേക്ഷിക്കപ്പെട്ട കഴുതയുടെ മേളിൽ രാജകീയ മൃഗമായിട്ട് കാണുകയാണ്. കണ്ട് ഞാൻ രസിച്ചു. അവിടെ നിന്നല്ലെങ്കിൽ പോന്നു. 28-ാം അധ്യായം 28 അധ്യായത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ചങ്കൊന്നു പൊട്ടി, ചങ്കൊന്നു നീറി, വേദനിച്ചു, വിറങ്കലിച്ചു. തീർന്നില്ല. അവിടെ ഒരു പെൺ ക്രൂശിന്മേൽ മരിക്കുന്നതാ കാണുന്നത്. അവന്റെ ചങ്ക് കീറി അവന്റെ ചങ്കിൽ നിന്നും രക്തവും വെള്ളവും ഒഴുകുന്ന ചിത്രം കാണുകയാ. ചിത്രം അത് വായിച്ചു കഴിയുവാൻ കഴിയാതെ വണ്ണം ജീവിതത്തിൽ അറിയപ്പെടാത്ത രീതിയിലേക്ക്, മാറ്റപ്പെടാത്ത രീതിയിലേക്ക് ആ പുസ്തകത്തിന്റെ താളുകൾ നനഞ്ഞു കഴിഞ്ഞു. കാരണം എന്റെ കണ്ണുകൾ നനയുന്ന രീതിയിൽ അവൻ ക്രൂശിന്മേൽ മരിക്കുന്ന ചിത്രം എന്റെ മുമ്പിൽ വെളിപ്പെട്ടു. ആ ക്രൂശീകരണത്തിന്റെ ചിത്രമാണ്. സ്തോത്രം ചെയ്യുന്നു. മാറ്റം സംഭവിച്ചു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ മാറ്റുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഈ വിശുദ്ധ ബൈബിൾ ചരിത്രപരമായ പുസ്തകമല്ല, ഇത് ഒരു വ്യക്തിയെ മാറ്റുന്ന പുസ്തകമാണ്. ഞാൻ പറയട്ടെ, ഈ വിശുദ്ധ ബൈബിളിന്റെ അകത്ത് വ്യക്തമായി, ശക്തമായി എന്നെ സ്വാധീനിച്ച ഘടകമാണ് അവന്റെ ചങ്കത്ത് നിന്നും രക്തവും വെള്ളവും ഇറ്റിറ്റ് വീഴുന്നത് കാണുകയാണ്. അവന്റെ ചങ്കത്ത് നിന്നും അവിടെ പിന്നെ വായിക്കുകയാണ്. വീണ്ടും ചരിത്ര പൊരുളുകൾ വായിച്ചുകൊണ്ട്, ആ ചരിത്രത്തിന്റെ നീളകൾ വായിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ആ സമർപ്പണം ഇതാണ്: എന്റെ യേശുവേ, ഞാൻ പാപിയാണ്, ഞാൻ തെറ്റുകാരനാണ്, ഞാൻ കുറ്റക്കാരനാണ്, ഞാൻ ബലഹീനനാണ്, ഞാൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞു. എന്റെ ഈ വാക്കുച്ചത്തിൽ ഞാൻ വിളിച്ചു പറയുമ്പോൾ എന്റെ അപ്പുറയും ഇപ്പുറയും മാലാഖമാരെ പോലെ ആ പിതാവും മാതാവും കലങ്ങിയ കണ്ണുകൾ കൊണ്ട് ഒരാത്മാവിനെ നേടിയ സന്തോഷത്തിൽ അവരായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവരങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ സന്തോഷത്തോടെ അന്നത്തെ രാത്രിയിൽ കഞ്ഞി കുടിച്ച് കിടക്കുമ്പോൾ വെളുപ്പിനെ സ്തോത്രം ചെയ്യുന്നു 5 മണിയായപ്പോൾ ആ മാതാവ് എന്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ വാ, ഒരു കാര്യമുണ്ട്. ഞാൻ ചോദിച്ചു, എന്നെ പറ്റി അമ്മ, എന്നെ പറ്റി എന്ന് ചോദിച്ചു. പറഞ്ഞു, എടാ, നമ്മുടെ അപ്പച്ചൻ നമ്മളെ വിട്ടുപോയി. ആ അപ്പച്ചന്റെ വേർപാട് വളരെയധികം മനസ്സിലാണ്. ദൈവം തന്നതിനെ എന്തിനാ ദൈവം എടുക്കുന്നത്? ദൈവം തന്നതിനെ എന്തിനാ എടുക്കുന്നത്? സ്തോത്രം. നിരവധി ചോദ്യങ്ങൾ വീണ്ടും ദൈവത്തിനോട് ചോദിച്ചു. സ്തോത്രം ചെയ്യുന്നു. ഞാൻ അങ്ങനെ ആ അപ്പച്ചനെ സംസ്കരിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള കാര്യങ്ങളെ അവിടെ ഉള്ളവരെല്ലാം അറിയിച്ചു. എല്ലാവരും വന്നു. അന്നാ അപ്പച്ചനും കിടക്കുവാൻ ശവപ്പെട്ടിയില്ല. ശവപ്പെട്ടി മേടിച്ചു തരുവാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയല്ല. അങ്ങനെ ആ തഴപ്പായിക്കകത്ത് ഞങ്ങൾ കെട്ടി. ഞങ്ങൾ അവിടെ അപ്പച്ചനെ അടക്കുന്ന സമയത്ത് ഏകദേശം 3 മണിയായി. ഉച്ച കഴിഞ്ഞ് 3 മണിയായി.
1 മണിക്ക് ശേഷം അപ്പച്ചൻ്റെ അടക്ക സമയത്ത് അപ്പച്ചൻ്റെ അടുക്കൽ കുത്തിയിരുന്ന അമ്മച്ചിയെ ഞാൻ വിളിച്ചു. അമ്മച്ചി എഴുന്നേക്കാൻ പറഞ്ഞു. സത്യത്തിൽ ചിരിച്ച മുഖത്തോടെ രാവിലെ 10 മണി മുതൽ 3 മണി വരെ അവിടെ ഇരുന്ന അമ്മച്ചിയുടെ പ്രാണനെ വിട്ടിട്ടായിരുന്നേ എന്ന് ഞാൻ അത് കഴിഞ്ഞറിഞ്ഞു. അങ്ങനെ ഒരു ദിവസം 2 ജന്മങ്ങളെ സംസ്കരിച്ച് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ സംസ്കരിച്ച ശേഷം കുട്ടിക്കാനം എന്ന് പറയുന്ന ആ പട്ടണത്തിൽ നിന്നും, അല്ലെങ്കിൽ ആ ഗ്രാമപ്രദേശത്ത് നിന്നും കോട്ടയത്ത് വന്നു. കോട്ടയത്ത് വന്നു കഴിഞ്ഞപ്പോൾ ചിന്തകൾക്കും ചിന്താഗതികൾക്കും മാറ്റം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരിക്കുന്ന മഹാത്മാഗാന്ധിജിയുടെ ഒരു വലിയ പ്രതിമ കോട്ടയത്തുണ്ട്. ആ പ്രതിമയുടെ മുന്നിൽ സ്തോത്രം ചെയ്യുന്നു. ഞാൻ വന്നിരിക്കുന്ന സമയത്ത് അതിന്റെ മുന്നിലായിരിക്കുന്നത്, അതിന്റെ ബാക്ക് ഭാഗത്ത് ശക്തമായി ഒരു പ്രായമുള്ള ഒരു പിതാവ് ബൈബിളിൽ വചനം വിളിച്ചു പറയുകയാണ്, ഇവനിൽ മാത്രമേ രക്ഷയുള്ളൂ, രക്ഷിക്കപ്പെടാൻ ഞാൻ നീക്കുപോക്കില്ലാതെ തള്ളപ്പെടും. ഈ വചനം പറയുക. ഞാൻ ആ പിതാവിന്റെ അടുക്കൽ ചെന്നു. പിതാവിനോട് എന്റെ സാഹചര്യങ്ങൾ പറഞ്ഞു. പിതാവേ, എനിക്കും ഒരു അവസരം താ. എനിക്കും ഈ ദൈവത്തെ ഉദ്ഘോഷിപ്പിക്കണം. ഈ ദൈവത്തെ എനിക്ക് പ്രചരിപ്പിക്കണം. അങ്ങനെ ഞങ്ങള് കേരളത്തിന്റെ 14 ജില്ലയിലും ഈ സുവിശേഷ സത്യവുമായി എനിക്ക് പോകുവാൻ ദൈവം ഭാഗ്യം നൽകി. പ്രൈസ് ദി ലോർഡ്. ഈ സുവിശേഷം എന്നെ വിമോചിച്ചെങ്കിൽ ഈ സുവിശേഷം അടിമകളായിരിക്കുന്ന നിരവധി പേരെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് കഴിയുമെന്നൊരു ബോധ്യം. സ്തോത്രം, ഹല്ലേലൂയ. ആ ബോധ്യത്തിലേക്ക് എന്നെ കൊണ്ടുവരും. അങ്ങനെ കേരളത്തിന്റെ 14 ജില്ലയിലും സുവിശേഷവുമായി. പണ്ട് നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്. സത്യമാണ്. സുവിശേഷ വേലയ്ക്ക് ഞാൻ എവിടെയൊക്കെ അടി കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഇരട്ടി മടക്കി കിട്ടി. കേരളത്തിന്റെ 14 ജില്ലയിലും അടി കിട്ടും. ഈ 14 ജില്ലയിൽ നിന്നും അടി കിട്ടുമ്പോഴും ഓരോ അടിക്കും ദൈവം ഓരോ മറുപടിയാ. നീ അന്ന് കൊടുത്തതിനാ ഇത്. കൊടുത്താ കിട്ടും, അത് സംശയമില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ, ദൈവനാമത്തിനെതിരെ നീ കൈവിരൽ പോൽ ചൂണ്ടിയാൽ നിന്നെ ചൂണ്ടുന്നൊരു തലമുറയുണ്ടാവും. സ്തോത്രം. ഈ പുസ്തകത്തെ നീ ത്യജിച്ചാൽ, ഈ പുസ്തകത്തിൽ അടങ്ങിയ ക്രിസ്തുവിനെ നീ നിഷേധിച്ചാൽ, സ്തോത്രം ചെയ്തു, നിന്നെ അംഗീകരിക്കാത്ത ഒരു സമൂഹം ഉണ്ടാവും. ജീവിതം അത് പഠിപ്പിച്ചു. അങ്ങനെ ഞാനും പിതാവും ഒരു ദിവസം പകൽ പ്രഭാതത്തിൽ പാലക്കാട് എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ, ഞങ്ങൾ അവിടുത്തെ കൽപ്പാത്തി എന്ന് പറയുന്ന ആ സ്ഥലത്ത്, അവിടെ ഒരു പുഴയുണ്ട്. ആ പുഴയിൽ കുളിച്ച് അവിടെ അടുത്തൊരു കടയിൽ നിന്ന് ഞങ്ങൾ ആഹാരം വാങ്ങി കഴിച്ച് ഞങ്ങൾ അവിടെ സുവിശേഷം പറയുകയാണ്. ആദ്യമായി മുട്ടയിൽ നിന്ന് 91 സങ്കീർത്തനം വായിച്ചു ആ ദേശത്തിന് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് അപ്പച്ചൻ പറഞ്ഞു, ശക്തമായി വചനം പറയണം, ശക്തമായി വചനം പറയണം എന്ന് പറഞ്ഞു. എന്നാൽ ഇതിനു മുമ്പ് ഈ അപ്പച്ചൻ എന്നെ ചെയ്യുന്നത് നിരവധി അധികമായ പ്രതികൂല സാഹചര്യത്തിലൂടെയാണ് കൊണ്ടുപോകുന്നത്. ചെറുപ്പക്കാരായിരിക്കുന്ന പെൺകുട്ടികൾ വെയിറ്റ് ഷെഡിൽ വന്ന് നിൽക്കുമ്പോൾ അവരുടെ നടുവിൽ എന്നെ മുട്ടയെ നിർത്തും. എന്നോട് ഈ കുത്തിയിട്ട് പ്രാർത്ഥിക്കാൻ പറയും. അവർക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറയും. കാരണം എന്റെ കൗമാര പ്രായത്തിൽ ആ ഒരു ലജ്ജ, ആ ലജ്ജിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ബൈബിളിൽ പറയാൻ അവസരം തരത്തില്ല. ട്രാക്ട് മാത്രം കൊടുക്കണം. ചിലപ്പോൾ ചിലർക്ക് ട്രാക്ട് കൊടുക്കുമ്പം ഈ മുഖത്തിന് തടി കിട്ടും. അങ്ങനെ ഒരു അവസ്ഥ, അങ്ങനെ ഒരു രീതി, അങ്ങനെ ഒരു സമയം. ആ സമയത്ത് ഒന്നും മറുപടി കൊടുക്കാതെ, അല്ലെങ്കിൽ പ്രതികരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് പ്രതികരിക്കാതെ അദ്ദേഹത്തിനോടൊപ്പം നിന്നു. അങ്ങനെ കൽപ്പാത്തി എന്ന് പറയുന്ന, പാലക്കാട് എന്ന് പറയുന്ന ആ പട്ടണത്തിൽ സുവിശേഷം പറയുവാൻ ആദ്യമായി എനിക്ക് മൈക്ക് തരുമോ? മൈക്ക് തന്നിട്ട് പറഞ്ഞു, ഈ മരണം വരെയും കർത്താവിന് വേണ്ടി പ്രസംഗിക്കണമെന്ന്. അങ്ങനെ ആ സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്ത്, ശക്തമായി വചനം പ്രഘോഷിക്കുന്ന സമയത്ത്, ശക്തമായി വചനത്തിന്റെ സത്യങ്ങളെ വിളിച്ചു പറയുന്ന സമയത്ത്, എന്റെ പുറകുഭാഗത്ത് ആ വാർദ്ധക്യ പിതാവിനെ അവിടെ ഉണ്ടായിരുന്ന ചില സുവിശേഷ വിരോധികൾ മർദ്ദിക്കുവാനിടയായി. സുവിശേഷ വിരോധികൾ ശക്തമായ ആ വ്യക്തിയെ മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ കാലുകൾ തല്ലി ഒടിക്കുവാനും ഇടയായി. ഞാൻ ചെന്ന് പിടിച്ചു മാറ്റുവാൻ ചെന്നപ്പോൾ എന്നെ അവർ നഗ്നനാക്കി. സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ, സ്തോത്രം ചെയ്യുന്നു, ഒരു കാലത്ത്
ലോകത്ത് ഞാനൊരു പിതാവിനെ നഗ്നനാക്കിയെന്ന്, അതിനും അപ്പുറമായി ഒരു ചെറുപ്പക്കാരനായിരുന്ന എന്നെയും ആ ജനസമൂഹം നഗ്നനാക്കി. എന്നാൽ ആ നഗ്നതയെ മറച്ചുകൊണ്ട്, ഒരു തരത്തിൽ മറച്ചുകൊണ്ട്, ആ പിതാവിനെ സ്തോത്രം ചെയ്ത് തോളത്തെടുത്തുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓടി, സ്തോത്രം ചെയ്യുന്നു, ട്രെയിനിൽ കയറി ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്ന് അഡ്മിറ്റ് ചെയ്തു. ICUവിൽ ഞങ്ങൾ കയറ്റി. ICUവിൽ കയറ്റുന്ന സമയത്ത് അപ്പച്ചന് കഴിക്കാനൊന്നും പറ്റത്തില്ല. എന്നോട് പറഞ്ഞു, പൊടിയരിക്കഞ്ഞി മിക്സിയിലിട്ട് അത് അരച്ചു വേണം കൊടുക്കുക. ഞാൻ അങ്ങനെ പൊടിയരിക്കഞ്ഞി മേടിക്കുവാൻ പോയപ്പോൾ അതിനു മുമ്പേ അപ്പച്ചൻ പറഞ്ഞു, മക്കളെ എല്ലാം വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പച്ചന്റെ മക്കൾ ജർമ്മനിയിലും അമേരിക്കയിലും ന്യൂയോർക്കിലും ഒക്കെയാ. അപ്പച്ചന്റെ മക്കളെ എല്ലാം വിളിക്കണമെന്ന് പറഞ്ഞു ഒരു ഡയറി എൻ്റെ തന്നു. ആ ഡയറി നോക്കി അപ്പച്ചന്റെ മക്കളെ എല്ലാം വിളിക്കുവാനും അവർ വരുവാനും ഒക്കെ ഇടയായി. വരുന്നതിന് മുമ്പായിട്ട് ഞാൻ കഞ്ഞി മേടിക്കാൻ പോയി. കഞ്ഞി മേടിക്കുവാൻ പോയ സമയത്ത് ഈ അപ്പച്ചന്റെ മക്കളെല്ലാം വന്നു. അപ്പച്ചന്റെ മൂത്ത മകൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ കഞ്ഞി മേടിച്ചുകൊണ്ട് വരികയാണ്. ആ മൂത്ത മകൻ എൻ്റെ നേരെ വന്ന് എന്നെ അടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അപ്പനെ നീ കൊല്ലുവാൻ കൊണ്ടുപോയില്ലേ. സ്തോത്രം. എന്നാൽ ആ വേദനയിൽ, ആ വിഷമത്തിൽ ഞാൻ അവിടെ കുത്തിയിരുന്നു. ഏകദേശം വെളുപ്പിന് 2 മണിയായപ്പോൾ ICUവിൽ ഇരിക്കുന്ന നേഴ്സ് ഇറങ്ങി വന്നിട്ട്, ഇവിടെ ആര് അച്യുതാനന്ദൻ എന്ന് ചോദിച്ചു. സ്തോത്രം. ഇവിടെ ആരാണ് അച്യുതാനന്ദൻ എന്ന് ചോദിച്ചു. സത്യത്തിൽ വിശുദ്ധ ബൈബിളിനകത്ത് സ്തോത്രം ചെയ്യുന്നു, ഈശായിയുടെ ഭവനത്തിൽ സ്തോത്രം രാജ്യക്ക് അഭിഷേകമായി പുരോഹിതൻ വന്നപ്പോൾ, യോഗ്യരായ മക്കളെ എല്ലാം നിരത്തി നിന്നപ്പോൾ, തള്ളിക്കളഞ്ഞ മകനെ അഭിഷേക തൈലം കൊടുത്ത് രാജകീയ അവസ്ഥയിലാക്കിയെങ്കിൽ, സ്തോത്രം ചെയ്യുന്നു, എനിക്ക് അവസ്ഥയിൽ എനിക്ക് ദൈവം വെളിപ്പെടുത്തിയ ഒരു ഒരു സന്ദർഭം, യോഗ്യരായ പ്രഗത്ഭരായിരിക്കുന്ന മക്കളുടെ നടുവിൽ, സ്തോത്രം ചെയ്യുന്നു, ഇന്നലെ കയറി വന്ന പൂച്ചയെ പോലെ, ഇന്നലെ കയറി വന്ന ഒരു പട്ടിയെ പോലെ ആയിരുന്ന എന്നെ ICUവിൽ വിളിക്കുന്നു. ആ പിതാവിനെ അച്യുതാനന്ദനോട് എന്തോ പറയാനുണ്ട്. അങ്ങനെ ഈ പ്രഗത്ഭരായിരിക്കുന്ന മക്കളുടെ നടുവിൽ വെച്ച് ICUവിൽ വെച്ച് ആ പിതാവിന്റെ എന്റെ തലമേൽ കൈവച്ചിട്ട് പറഞ്ഞു, അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കുക, കർത്താവിന്റെ വേല ചെയ്യുക, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. The name of Jesus. ആ ബ്ലെസ്സിങ്, ആ അനുഗ്രഹമാണ് സ്തോത്രം ചെയ്യുന്നത് ഇന്നും ഇങ്ങനെ നയിക്കുന്നത്. ഞാൻ തുറന്നു പറയാമല്ലോ, പഠിക്കുവാൻ ആഗ്രഹമുണ്ട്, പഠിപ്പിക്കുവാൻ ആരുമില്ല, സാമ്പത്തികമായി സ്ഥിതിയില്ല. ഞാൻ ദൈവത്തിന് ചോദിച്ചു, ദൈവം ഇതെവിടെ, എങ്ങനെ? സ്തോത്രം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെയാക്കുവാൻ കഴിവുള്ളവനെയാണ് ഞാൻ വിളിക്കുന്നത്. ദ നെയിം ഓഫ് ജീസസ്. ആ ഒരു ഉറപ്പും ധൈര്യവുമാണ് സ്തോത്രം ഇന്നും 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 എന്നെ നയിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരോമ TVയിലെ എല്ലാ പ്രേക്ഷകരോടും ഒരു കാര്യം പറയട്ടെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഇത് മനുഷ്യനാൽ നടക്കുന്ന കാര്യമല്ല, ഇത് ദൈവത്താൽ നടക്കുന്നതാ. ഒരു കാലത്ത് സ്വന്തം വിസർജനം കഴിച്ച വ്യക്തിയാണ്. സ്തോത്രം. ഇന്ന് സ്തോത്രം ചെയ്യുന്നത്, ഞാൻ സ്വപ്നം കണ്ടതിനും അപ്പുറമായി ആഹാരം കഴിക്കുന്നു, ദൈവം തരുന്നു. യോഗ്യതയാക്കുന്നത് മനുഷ്യനല്ല, ദൈവമാ യോഗ്യതയാക്കുന്നത്. പണ്ടൊക്കെ സ്തോത്രം ചെയ്യുന്നു, വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ സാധാരണ ആശാരിമാരുടെ മക്കള് ആശാരിയും, മേശന്മാരുടെ മക്കൾ മേശനും, പാസ്റ്റർമാരുടെ മക്കൾ പാസ്റ്ററും, അങ്ങനെയായിരുന്നു പണ്ടത്തെ ഒരു രീതി. എന്നാൽ കാലം മാറി. കർത്താവിന് വേണ്ടത് അവന് വേണ്ടി മരിക്കുന്നവനെയാ, അവന് വേണ്ടി വേല ചെയ്യുന്നവനെയാ. അങ്ങനെയുള്ളവരെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഉറ്റുനോക്കുന്നു. ആമേൻ. അങ്ങനെയുള്ളവരെ ദൈവം ഉറ്റുനോക്കുകയാ, അവന്റെ വേല ചെയ്യാൻ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ, ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ അങ്ങനെ വേല ചെയ്യുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. ഞാൻ വിശ്വസിക്കുന്നു, ഒരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നെ സ്തോത്രം, എന്റെ പാപത്തിന് വേണ്ടി, എന്റെ രോഗത്തിന് വേണ്ടി, എന്റെ ശാപത്തിന് വേണ്ടി അവൻ മരിച്ചു എന്ന്. അതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു, അവനെ ഞാൻ വിശ്വസിക്കുകയാണ്, അവന്റെ പേര് ഞാൻ ചെയ്യുകയാണ്. എനിക്ക് ആത്മാഭിമാനത്തോടെ ഇത്രയധികം അടിയും ഇടിയും ചവിട്ടും എല്ലാം കൊണ്ടിട്ടും ആത്മാഭിമാനത്തോടെ വിളിച്ചു പറയാം, സ്തോത്രം, ഞാൻ ലോകത്തിൽ ദരിദ്രൻ, എന്നാൽ ക്രിസ്തുവിലോ ഞാൻ സമ്പന്നൻ. ആമേൻ. ക്രിസ്തുവിൽ ഞാൻ സമ്പന്നൻ. ആ ഒരു മുദ്രാവാക്യമാണ് ഇന്നും എന്നെ നിലനിർത്തുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. എനിക്ക് അവസരം നൽകിയ പ്രിയ ദൈവദാസിനോടും അരോമ TVയോടും എന്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു.
ആമേൻ, ആമേൻ. സ്തോത്രം. അച്യുതാനന്ദൻ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ കടന്നുപോയി. കർത്താവിൻ്റെ ആണിപ്പഴുതുള്ള കരം ആ കണ്ണുനീർ തുടയ്ക്കുവാൻ കൂടെ ഇരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. മാതാവാരെന്നോ പിതാവാരെന്നോ സഹോദരങ്ങളാരെന്നോ സമൂഹം എന്തെന്നോ എവിടെ ജനിച്ചു എന്നോ അഡ്രസ്സില്ല, ആരുമില്ല, ഹല്ലേലൂയ. സ്തോത്രം. ആരോരുമില്ല. ഒരു പക്ഷെങ്കിൽ ഏതെങ്കിലും വന്യമൃഗങ്ങൾ അതിൻ്റെ ആഹാരമാക്കി തീർക്കാമായിരുന്ന നിലയിൽ ഉപേക്ഷിക്കപ്പെട്ട ഇടത്തു നിന്ന് വലിച്ചെറിയപ്പെട്ട ഇടത്തു നിന്ന്, അതല്ലെങ്കിൽ ദൈവം തമ്പുരാന് പ്രയോജനമുള്ള ഒരു ഉപകരണമായി, ഒരു പാത്രമായി തീരേണ്ടതിന് വേണ്ടി ദൈവം മുന്നമേ കണ്ടിരുന്ന ആ ഒരു പൊന്മാണിക്യമെന്ന പോലെ അതത് സമയങ്ങളിൽ ചില പ്രോസസ്സുകളിലൂടെ, ചില പരീക്ഷകളിലൂടെ, ചില പരീക്ഷണങ്ങളിലൂടെ, തീയിലൂടെ എന്ന വേണം കടന്നുപോയി ആ നാളുകൾ. അവിടെ എങ്ങും വെന്തു പോകാതെ, അവിടെ എങ്ങും ചാമ്പലായി തീരാതെ, അവിടെ എങ്ങും ഒരു വന്യമൃഗത്തിന് ആഹാരമായി തീരാതെ, അവിടെ എങ്ങും മണ്ണിന് ഇരയായിത്തീരാതെ, മണ്ണോട് ചേരാതെ ദൈവം തമ്പുരാൻ ഏറ്റവും മനോഹരമായ നിലയിൽ തിളങ്ങുന്ന ഒരു മുത്തായി, ഒരു പൊന്നായി കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്ന് ദൈവം ഉപയോഗിക്കുന്നല്ലോ, ദൈവം കൊണ്ടുവന്നല്ലോ. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. കാരണം തിരുവെഴുത്തുകൾ ഇങ്ങനെ പറയുന്നു, ഒരു മനുഷ്യന്റെ ആത്മാവ് സർവഭൂമിയേക്കാളും വിലയേറിയതാണ്. ഒരമ്മയ്ക്കോ ഒരപ്പനോ ഒരാത്മാവിൻ്റെ വിലയറിയത്തില്ല, സഹോദരങ്ങൾക്കോ സമൂഹത്തിനോ ഒരു ജീവന്റെ വിലയറിയത്തില്ല. എന്നാൽ മാനവരാശിയുടെ ജീവന് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും ആ കൽവരി ക്രൂശിൽ ചൊരിഞ്ഞതായ ദൈവത്തിനറിയാം ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില എത്ര കണ്ട് വലുതാണെന്ന്. ആ ആത്മാവിന്റെ വിലയെ അറിയാത്ത ഒരു വ്യക്തിയെയാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇന്നത്തെ സമൂഹം നല്ല കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് നല്ല വിദ്യാഭ്യാസവും നല്ല വസ്ത്രം, നല്ല ആഹാരം, നല്ല ജീവിതചര്യകളിലൂടെ ജീവിക്കുന്ന അനേക ആളുകളെ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് ദൈവത്തെ ആവശ്യമില്ല, ദൈവത്തിൻ്റെ വചനം ആവശ്യമില്ല, ദൈവം ആരെന്ന് അവർക്ക് അറിയണമെന്ന് ആവശ്യമില്ല. അവരൊക്കെയും ആ ഒരു തലത്തിൽ, ആ ഒരു നിലവാരത്തിൽ അവരവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഒരു പക്ഷെങ്കിൽ ഇടയായിത്തീരും. എന്നാൽ അച്യുതാനന്ദനെ പോലെയുള്ള ഒരു വ്യക്തിയെ ദൈവത്തിന് ആവശ്യമാണെന്ന് ദൈവം മുന്നമേ കണ്ടിരുന്നു. അതെങ്ങനെയാണ് എന്നുള്ളതായ ആ സംഭവബഹുലമായ ജീവിതയാത്രയുടെ ഏടുകളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, സഞ്ചരിക്കുകയായിരുന്നു. ഒരു കഥയല്ല, ഒരു കെട്ടുകഥയല്ല, ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പങ്കുവയ്ക്കുവാനിടയായി തീർന്നല്ലോ. സ്തോത്രം. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ സ്വന്തം മലവും മൂത്രവും ഭക്ഷിക്കേണ്ടി വന്നതായ ആ ഒരു കാലയളവ്, എച്ചിലിലയിൽ നിന്ന് ഉച്ഛിഷ്ടം ഭക്ഷിച്ചതായ ആ ദിനരാത്രങ്ങൾ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി തീർന്ന, അല്ലെങ്കിൽ ജുവൈനൽ ക്യാമ്പുകളിൽ അവിടെ ദുരുപയോഗം ചെയ്യപ്പെട്ടതായ ദിനരാത്രങ്ങൾ, എത്രയോ സങ്കീർണമായ അനുഭവം. കടത്തിണ്ണയിൽ നായ നക്കി ജീവിതം ഒരു പക്ഷെങ്കിൽ അവിടെ അവസാനിക്കാമായിരുന്നു. നായയുടെ ആഹാരമായി തീരാമായിരുന്ന ഇടത്തു നിന്ന് ദൈവം തമ്പുരാൻ മടക്കി വരുത്തി. ആ ദൈവത്തിൻ്റെ മഹാകരുണ പിന്നത്തേതിൽ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്ന ആ വാത്സല്യ പിതാവും ആ മാതാവും ദേഹോപദ്രവം ഏൽക്കപ്പെട്ടുവെങ്കിലും അവരുടെ കൈകൊണ്ട് ആഹാരം വാരിത്തന്ന് ദൈവം തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. എത്രയെത്ര സംഭവങ്ങൾ, എണ്ണിയാൽ തീരാത്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയി. പക്ഷെ ഇന്ന് കർത്താവിന് പ്രയോജനപ്പെടുന്ന, കർത്താവിൻ്റെ ഉത്തമ സാക്ഷ്യം വഹിക്കുന്ന,
എവിടെ എവിടെ നിന്ദിക്കപ്പെട്ടുവോ, എവിടെ അപമാനിക്കപ്പെട്ടുവോ, എവിടെ അവഹേളിക്കപ്പെട്ടുവോ, എവിടെ ഉപേക്ഷിക്കപ്പെട്ടുവോ, അവിടെ കർത്താവിൻ്റെ പ്രകാശമായി വെളിച്ചമായി കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തിയായി തീരേണ്ടതിന് ദൈവം പണിതെടുക്കുകയായിരുന്നു. ആ നല്ല നാളുകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ അച്യുതാനന്ദനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ മണക്കാല ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലേ? അതെ അതെ അതെ. ബിഡിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക, 4ാമത്തെ വർഷം. അതെ അതെ. ഇനി മുന്നോട്ടുള്ള പ്ലാൻ എന്താണ്? എങ്ങനെയാണ് കാര്യങ്ങൾ? കർത്താവിന്റെ ഹിതം അതേപോലെ വേല ചെയ്യുക. ഓക്കെ. വിവാഹം ഒന്നും ആയിട്ടില്ലല്ലോ? കല്യാണമായില്ല. ഇപ്പോൾ 33 വയസ്സുണ്ട്. അതെ. മാതാപിതാക്കന്മാരോ സഹോദരങ്ങളോ ആരെന്നറിയില്ല. ഇല്ല. ഓക്കെ. ഇനിയും മുന്നോട്ടുള്ള കാര്യപരിപാടികൾ കർത്താവ് ചെയ്തു തരും. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം ഉപയോഗിക്കും കർത്താവിന്റെ ഉത്തമ സാക്ഷ്യം വഹിക്കുവാൻ. പൗലോസ് ആക്കിയതുപോലെ കർത്താവിന്റെ ആ വചനവും ആയി മുന്നോട്ടുള്ള യാത്ര തുടരുക. പ്രിയമോനെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കാം. ദൈവം ഉപയോഗിക്കും. തീർച്ചയായിട്ടും ശക്തനായ ഒരു പടയാളിയായി കർത്താവിൻ്റെ പോർക്കളത്തിൽ നിലകൊള്ളുക. കർത്താവ് അയക്കേണ്ടുന്ന ഇടങ്ങളിൽ ആരുടെയൊക്കെ അടുക്കിലേക്ക് ദൈവം അയക്കണം, അവരുടെ അടുക്കിലേക്ക് അയക്കും. യേശുവിനെ അവസാന ശ്വാസം വരെയും സാക്ഷീകരിക്കുവാൻ, അതിന്റെ വചനം പ്രമാണിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാവേ, ഒരുപക്ഷെ സമൂഹത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു ജീവിതാനുഭവമായിരിക്കാം നാം ഇതുവരെയും കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കണ്ണിന് മുൻപിലൂടെ കടന്നു പോകുന്ന എത്രയോ കുഞ്ഞുങ്ങൾ, മുറിവേറ്റ ജീവിതങ്ങൾ, അവരാരാണ്, എവിടെയാണ്, എന്താണെന്ന് ഒരു പക്ഷെങ്കിൽ നമ്മൾ അന്വേഷിക്കാൻ പോവുകയില്ല. പക്ഷേ അങ്ങനെയുള്ളവരെ അന്വേഷിച്ച് ചെല്ലുന്ന സ്നേഹനിധിയായ ഒരു കർത്താവുണ്ട്. ആ കർത്താവ് പ്രിയ മകൻ അച്യുതാനന്ദനെയും തേടി വരുവാൻ ഇടയായിത്തു. വേണമെങ്കിൽ ഒരു കമ്മ്യൂണിസത്തിൻ്റെ വക്താവായിട്ട് ആ ഒരു നിലയിൽ ഒരു നേതാവായി വേണമെങ്കിൽ മാറ്റപ്പെടാമായിരുന്നു. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദൈവമില്ല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനോട് ചേർന്ന് ആ ഒരു നിലയിൽ അതിൻ്റെ ഒരു ലീഡറായി മാറാമായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ ക്രൂശിലെ സ്നേഹത്താൽ ഈ പ്രിയ മകനെ കർത്താവ് വിളിച്ചു വേർതിരിച്ചു. അവൻ്റെ പാപക്കറകളെ കർത്താവ് കഴുകി, അവൻ്റെ ജീവിതത്തെ ദൈവം മാറ്റി. ഇന്ന് കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിക്കുന്ന ഈ മകന് വേണ്ടി ശ്രോതാക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നാം ഒരുമിച്ചായിരിക്കുന്നിടത്ത് ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ അച്യുതാനന്ദൻ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം പച്ച അരോമ ടിവിയുടെ ഒപ്പം കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷിയായിട്ട് ദൈവസന്നിധിയിലായിരിക്കുവാൻ കഴിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രത്യേകാൽ ഈ പ്രോഗ്രാം കർത്താവെ വലിയ അനുഗ്രഹമായി തീർന്നു. ഒരുപാട് പേർക്ക് അതൊരു ആശ്വാസമാകണം. തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും കർത്താവെ ധാരാളം പാപികളെ വലിച്ചെടുക്കുവാൻ ഈ സാക്ഷ്യം ഒരു മുഖാന്തരമാകണം. അപ്പൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ആത്മഭാരത്തോടെ അപ്പച്ച അടിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേക ഡാനിയേൽ ജോൺ പാസ്റ്റർ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മകനെ ഈ ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം കർത്താവിൻ്റെ രാജ്യത്തിന് വലിയ വിലപ്പെട്ട ഇതായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രത്തിൽ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ഇങ്ങനെ ഒരു ഓൺലൈനിലൂടെ ഒരു കൂട്ടായ്മ ലഭിച്ചതിനായി സ്തോത്രം ചെയ്യും. പ്രാർത്ഥനയാചന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ തന്നെ. താങ്ക് യു പ്രിയ അച്യുതാനന്ദൻ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ഈ സാക്ഷ്യം അരോമ ടിവിയിലെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രിയ
നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സൗഖ്യാരോഗ്യം ദീർഘായുസ്സും തരട്ടെ, കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിപ്പാൻ പിന്നെ കർത്താവ് അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ സാക്ഷ്യം എങ്ങനെ സ്വാധീനിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഈ മകന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ അതിനായി ഉപയോഗിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാം. ഞങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവവുമായി വീണ്ടും കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ.